കൗൺസിലിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഡേ 1 ഇന്ന്. ഇന്നത്തെ ദിവസം കോർഡിനേറ്റ് ചെയ്യുന്നത് അഞ്ജനയാണ്. അഞ്ജന, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Okay, ma'am. Sure. Good evening, everyone. We are delighted to building bridges counseling techniques for today's challenge. Workshop organized by the Smart India Foundation. This 3-day virtual program is dedicated to exploring effective counseling strategies to address the complexities of our modern world. Through these sessions, we aim to equip participants with practical tools and insights to foster meaningful connections and promote mental health well-being in our communities. To commence today's session, it is our pleasure to invite Ms. Vinaya Mohanan to deliver the opening address. Ms. Vinaya Mohanan is currently pursuing her master's in social work. So I welcome Ms. Vinaya Mohanan to introduce our guest. Hi everyone, it's my pleasure to warmly welcome you all to this online workshop organized by Smart India Foundation titled Building Bridges Counseling Techniques for Today's Challenges. We are honored to have with us Ms. Sini Sebastian, an experienced counselor with an MA in psychology and a postgraduate diploma in counseling and guidance. She has worked extensively in supporting individuals through various emotional and mental health challenges. Today, she will be leading a session on Thoughts, Behaviors, Change, a deep dive into CBT, where she will share valuable insights into the principles and techniques of cognitive behavioral therapy. Thank you for all being here. Once again, I warmly welcome you all. Thank you. Thank you, Vinaya. Thank you, Anjana. I'm Sini Sebastian, and good evening, everyone. Can you hear me? Yes, ma'am. Okay. Yes, All ma'am. can hear? Okay. Actually, ഇവിടെ മഴ പെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തുമാത്രം കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. So please be like just let me know. കേൾക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ just എന്നോടൊന്ന് പറയാ, so that I can എന്റെ വോയിസ് ഞാൻ കുറച്ചുകൂടി കൂട്ടാൻ ശ്രമിക്കാം. ഇല്ല മാം, ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഓക്കെ. അപ്പോ നിങ്ങൾക്ക് പറ്റുന്നവർക്ക് വീഡിയോ നമ്മൾ പറഞ്ഞു, നമ്മളൊരു പ്രാക്ടിക്കൽ സെഷൻ ആണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു. സോ നിങ്ങൾക്ക് പറ്റുന്നവർക്ക് വീഡിയോ ഓപ്പൺ ആക്കുവാണെങ്കിൽ ദാറ്റ് വുഡ് ബി മോർ ഗുഡ്. ഞാനും ട്രൈ ചെയ്യുന്നുണ്ട്. ഒരു തിങ് ഈ മഴ പെയ്യുന്നതുകൊണ്ട് റേഞ്ച് ഇത്തിരി കുറഞ്ഞു പോകുന്നുണ്ട്. ഞാൻ പറ്റുന്നത്രയും ഞാൻ എന്റെ വീഡിയോ ഒന്ന് ഓപ്പൺ ചെയ്യാൻ ട്രൈ ചെയ്യാം. Let me see whether that will work or not. Okay, yeah. Let's see. എത്ര ടൈം കിട്ടുമെന്ന് അറിയില്ല, but we'll try. So, okay. അപ്പോൾ മോസ്റ്റ്ലി ഇൻറ്റു ഒരു പ്രാക്ടിക്കൽ സൈഡ് ഓഫ് കൗൺസിലിംഗിലാണ് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുക. നിങ്ങളെല്ലാം MSW സ്റ്റുഡൻസ് ആൻഡ് BSW സ്റ്റുഡൻസ് ആണോ? യെസ് മാം. അതോ MSW സ്റ്റുഡൻസ് മാത്രമാണോ? അല്ല, രണ്ടും ഉണ്ട്. ഓക്കെ. കൗൺസിലിംഗിന്റെ ഏറ്റവും ഒരു പ്രൈം ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്താണെന്നറിയോ നിങ്ങൾക്ക്? ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ കൗൺസിലിംഗ് എന്താണെന്നറിയോ? എന്താണ് ഒരു കൗൺസിലിംഗിന്റെ സക്സസ് എന്ന് പറയാ? ഒരാളുടെ ജീവിതം മാറ്റിമറിക്കാൻ പറ്റുക. അതിനകത്തോട്ടൊക്കെ നമ്മൾ വരാൻ പോണുള്ളൂ. അതിനേക്കാളും മുമ്പുള്ള കാര്യം, ജീവിതം മാറ്റി മറിക്കുന്നതിന് മുമ്പ് ഇത് തുടങ്ങണമല്ലോ ഒന്ന്. ആക്റ്റീവ് ലിസണിങ്. ആക്റ്റീവ് ലിസണിങ്, ഓക്കെ. റാപ്പോ ബിൽഡിംഗ്. റാപ്പോ ബിൽഡിംഗ്, വെരി ഗുഡ്. ദെൻ non-judgmental attitude. Very good. Okay. Empathy. Empathy. Patience. Patience. Okay. അതിനകത്ത് ഈ പറഞ്ഞതെല്ലാം ശരിയാണ്. അതിന്റെ കൂടെ ഞാൻ ഒരു വാക്കുകൂടെ ആഡ് ചെയ്യാണ്, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. ഓക്കെ. കൗൺസിലർ ലിസൺ ചെയ്യാൻ റെഡി ആയിരിക്കണം. ആര്? ദ ക്ലയന്റിനെ. അതുപോലെ തന്നെ ക്ലയന്റിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റണം നമ്മളോട്, അല്ലെ? ക്ലയന്റിന് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾക്ക് റാപ്പോ ബിൽഡ് ചെയ്യണം. സോ ഓരോ സ്റ്റെപ്സും ഇമ്പോർട്ടന്റ് ആണ്.
ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ നമ്മൾക്ക് ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആണെങ്കിൽ ദാറ്റ് വിൽ ബി മോർ ഇൻട്രസ്റ്റിംഗ്, എസ്പെഷ്യലി നമ്മളൊരു പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ഒരു സെഷനെ കാണുന്നതുകൊണ്ട്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് 32 പേരുണ്ടെന്നാണ് എനിക്ക്, അല്ല 32 പേരല്ല, അതിനേക്കാൾ കൂടുതൽ. ഐ ക്യാൻ സി 40 സ്റ്റുഡൻസ്, 40 ആർ ദേർ ഐ ബിലീവ്. ഓക്കെ, സോ ഇഫ് 39 ഇന്ററാക്ട് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ബി മോർ യൂസ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവറി വൺ. ചിലപ്പോൾ ഒരാളുടെ ഇൻപുട്ട് വേറെ ആൾക്ക് യൂസ്ഫുൾ ആയിരിക്കും, അങ്ങനെ. അപ്പോ നിങ്ങൾ ആ ഒരു ടോപ്പിക് കണ്ടു, ലൈക്ക് യുനോ തിങ്കിങ്, ബിഹേവിയർ ആൻഡ് ചേഞ്ച്. CBT ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളവരാണോ? CBT അറിയാവുന്നവരാണോ? അറിയാമോ? സോ അതിനെപ്പറ്റി ഞാൻ കൂടുതലായിട്ട് പറയില്ല. അപ്പോ തിങ്കിങ്, ബിഹേവിയർ ആൻഡ് ചേഞ്ച്, നിങ്ങൾ ഈ ഒരു സെഷനിൽ നിന്ന് വാട്ട് ഡു യു എക്സ്പെക്ട് ഫ്രം ദ സെഷൻ? നിങ്ങൾ ഈ ഒരു സെഷനിൽ നിങ്ങൾ എന്താ എക്സ്പെക്ട് ചെയ്യുക? എന്താണെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്തോളൂ. ഭാവിയിലെ കൗൺസിലേഴ്സ് മിണ്ടാതിരിക്കാൻ പാടില്ല. മാം, ഇതുവരെ നമുക്കൊരു തിയററ്റിക്കൽ ആയിട്ടുള്ള കൗൺസിലിങ്ങിനെ പറ്റിയിട്ട് കേട്ടിട്ടുള്ളൂ. നമ്മളൊരു പ്രാക്ടിക്കൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിമിറ്റഡ് ടൈമാണ് നമുക്ക് ഈ ഇന്റേൺഷിപ്പിനൊക്കെ പോകുമ്പോൾ കിട്ടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അത് പ്രാക്ടിക്കലി എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് നമുക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് എത്രത്തോളം പ്രാക്ടിക്കലി നമുക്ക് ഇതിനെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതായിരിക്കും ഈ സെക്ഷനിലൂടെ നമുക്ക് കിട്ടാൻ പോകുന്നത്. വെരി ഗുഡ്. അപ്പൊ നമുക്കൊരു പ്രാക്ടിക്കൽ സെഷൻ എങ്ങനെയാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിനു മുമ്പ് ഞാൻ വളരെ ഒരു ലൈക്ക് യുനോ ബ്രീഫായിട്ട് ഇതിന്റെ കുറച്ച് സ്റ്റെപ്സ് ഒന്ന് പറഞ്ഞു പോകാം, സോ ദാറ്റ് യു നോ എങ്ങനെയാണ് ആ ഒരു സെഷനിലോട്ട് കിടക്കുന്നതിന് മുമ്പ് വാട്ട് ആർ ദ പ്രിപ്പറേഷൻസ് വി നീഡ് ടു മേക്ക്. അപ്പൊ അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഐ വോണ്ട് യു ടു ഡു ആൻ ആക്ടിവിറ്റി. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ഐ ജസ്റ്റ് വോണ്ട് യു ടു ലൈക്ക് യുനോ you don't need to കണ്ണൊന്നും അടയ്ക്കണ്ട, പക്ഷെ ജസ്റ്റ് ടേക്ക് എ മൂമെന്റ്, ഒരു ജസ്റ്റ് ഒരു മോമെന്റ് നിങ്ങൾ തിങ്ക് ചെയ്യുക. തിങ്ക് അബൌട്ട് എ സിറ്റുവേഷൻ where you felt angry, helpless, ഒരു ഫിയർ, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ടേക്ക് യുവർ മൈൻഡ് ടു ദാറ്റ് സിറ്റുവേഷൻ. നമുക്കൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാവുന്ന സിറ്റുവേഷൻസ് ആണ്. where you felt very angry, helpless ആയിട്ട് ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ ലൈക്ക് യുനോ നമുക്ക് ഭയങ്കര പേടി തോന്നുക, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലോട്ട് നിങ്ങളുടെ മൈൻഡിനെ ഒന്ന് ജസ്റ്റ് പ്ലീസ് ടേക്ക് യുവർ മൈൻഡ് ടു ദാറ്റ് സിറ്റുവേഷൻ. പറ്റിയോ? നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ? ആ ഒരു സിറ്റുവേഷനെ പറ്റി ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഫീൽ ചെയ്യുന്ന ഒരു ഇമോഷൻ എന്താണ്, അല്ലെങ്കിൽ ഒരു ഫീലിംഗ് എന്താണ്? ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനെ പറ്റി ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന ഒരു ഇമോഷൻ അല്ലെങ്കിൽ ഫീലിംഗ്. ആ ഒരു മോമെന്റില് ഓക്കെ പറഞ്ഞോ. കുറച്ചുകൂടെ കാമായിട്ട് എല്ലാം ചിന്തിക്കായിരുന്നു എന്ന് തോന്നുന്നു. അത് ഇപ്പൊ തോന്നുന്ന കാര്യമാണ് അല്ലേ? ഇത് അഞ്ജന. ഓക്കെ, ഞാൻ അങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ നമ്മൾ രണ്ട് സിറ്റുവേഷൻസ് പറഞ്ഞു. ആദ്യമേ തോട്ട് വന്നു, പിന്നെ ഇമോഷണൽ വരെ എത്തി. ആ സമയത്ത് നിങ്ങളുടെ ബിഹേവിയർ എന്തായിരുന്നു, അതാണ് പറയേണ്ടത്. വാട്ട് വാസ് യുവർ ബിഹേവിയർ അറ്റ് ദാറ്റ് ടൈം? അഞ്ജന പ്ലീസ് പറയൂ. ആ സമയത്ത് പ്ലേസ് ആണോ? എന്തോ? എന്താ മാം? ആ സമയത്ത് ഒരു തോട്ട് അഞ്ജനയ്ക്ക് കിട്ടാൻ പറ്റി. യു ഫെൽറ്റ് ഒരു സിറ്റുവേഷനിൽ തോട്ട് കിട്ടി, ഇമോഷനും കിട്ടി. ആ സമയത്ത് ആ തോട്ടും ഇമോഷൻ വന്നപ്പം എങ്ങനെയായിരുന്നു അഞ്ജനയുടെ ഒരു ബിഹേവിയർ ഓർ ആക്ഷൻ? ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുമായിരുന്നു. അറ്റ് ദ സെയിം ടൈം കണ്ണീന്ന് കണ്ണുനീര് വരുന്നുണ്ടായിരുന്നു. നമ്മുടെ ബ്രെയിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് പോകുന്ന ഭയങ്കര ഒരു എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന പോലെ ഒരു ഇതായിരുന്നു. ഓക്കെ,
അപ്പൊ നമ്മൾ പറഞ്ഞത് എന്തുകൊണ്ട് മറ്റേ വ്യക്തിക്ക് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ സംഭവിക്കുന്നില്ല എന്നൊക്കെ ഒരു ടോട്ടൽ ഫ്രസ്ട്രേഷൻ മൂഡാണ് അല്ലെ. അപ്പൊ നമ്മളുടെ പോലും കൺട്രോൾ അല്ലാണ്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഇപ്പൊ ആ ഒരു സംഭവം നടന്നിട്ട് എത്ര നാളായി കാണും? ഒരു മാസം. ഒരു മാസം. ഇപ്പം ആ സെയിം സിറ്റുവേഷനെ പറ്റി ചിന്തിക്കുമ്പോ അഞ്ജനയ്ക്ക് എന്താ തോന്നുക? അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, കുറച്ചുകൂടി കാമായിട്ട് ചിന്തിക്കാമായിരുന്നു. ഓക്കെ, കുറച്ചും കൂടെ കാമായിട്ട് ചിന്തിക്കാമായിരുന്നു. ഓക്കെ, താങ്ക് യു അഞ്ജന. എന്തോ അത്രയും ഷൗട്ട് ചെയ്യാതെ നോർമലായിട്ട് തന്നെ പറയായിരുന്നു. കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാമായിരുന്നു എന്നും ഇപ്പൊ തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾക്കത് തോന്നില്ല ഞാൻ ഇത്രയും മോശമായിട്ടൊക്കെ ബിഹേവ് ചെയ്യുന്ന ഒരു വ്യക്തി ആണോന്നൊക്കെ നമ്മൾക്ക് പിന്നീട് നമ്മളെ പറ്റി തന്നെ തോന്നിക്കാണും. ഓക്കെ, താങ്ക് യു അഞ്ജന. വേറെ ആർക്കെങ്കിലും അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ? ഹലോ മാം, മൈ നെയിം ഇസ് ജോസ് മൈക്ക്. എനിക്കും ഇതുപോലെയുള്ള ഒരു സെയിം ഇത് തന്നെയാണ് തോന്നിയത്. അതായത് ഞാൻ അങ്ങനെ ബിഹേവ് ചെയ്തു പോയല്ലോ, അങ്ങനെ വേണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. അങ്ങനെ ഞാൻ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണോ, ഞാൻ ഇത്രയ്ക്ക് വില കുറഞ്ഞവനായി പോയല്ലോ എന്ന് തോന്നുന്നു. അപ്പൊ ഈ നമ്മളൊക്കെ ഇതുപോലെയൊക്കെ ബിഹേവ് ചെയ്യാമല്ലേ എന്ന് നമ്മൾ ചിന്തിക്കുന്ന ചില സിറ്റുവേഷനും കൂടെയാണ്. അപ്പൊ ഈ CBTയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, അപ്പൊ ഞാൻ വേറെ ഒരു ഇൻട്രഡക്ഷനിലോട്ടും പോകണില്ല, ബിക്കോസ് നിങ്ങൾക്ക് ഓൾറെഡി എന്താണെന്ന് അറിയാം, CBT എന്താണെന്നൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ CBTയോട് ഒത്തിരി പോകുന്നില്ല. പക്ഷെ ഏറ്റവും ബെസ്റ്റ് ഫോം ഓഫ് തെറാപ്പി എന്ന് പറയുന്നതാണ് ശരിക്കും CBT. കാരണം ഒത്തിരി വലിയ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഇതിനൊക്കെ ഹാൻഡിൽ ചെയ്യാൻ CBT ഹെൽപ്പ് ചെയ്യും എന്ന് പറയുന്നതോടൊപ്പം നമ്മൾ പറയും ഇപ്പം ഡിപ്രഷൻ, ആങ്സൈറ്റി, ഇൻസോംനിയ, ബൈപോളർ, അങ്ങനെ കുറെ ഇഷ്യൂസ് ഒക്കെ പറയുമെങ്കിൽ പോലും നമ്മുടെ ഒരു ഡേ ടു ഡേ ലൈഫിൽ പോലും നമ്മളെ ഒരു ഹാൻഡിൽ ചെയ്യാൻ, മാനേജ് ചെയ്യാൻ, കോപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു തെറാപ്പി കൂടെയാണ് CBT. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ചിലപ്പം പിന്നെ ആസ് എ കൗൺസിലർ നമ്മൾക്ക് നമ്മുടെ അടുത്ത് വരുന്ന പേഴ്സണ് ഏത് തെറാപ്പിയാണ് കൊടുക്കേണ്ടതെന്ന് നമ്മൾക്ക് അറിയേണ്ടാവില്ല. കാരണം ഓൺലി വെൻ യു സ്റ്റാർട്ട് ടോക്കിംഗ് നമുക്ക് അറിയുള്ളൂ ആ പേഴ്സൺ എന്ത് തെറാപ്പിയാണ് വേണ്ടത്. അപ്പൊ പല തരത്തിലുള്ള തെറാപ്പീസ് ഉണ്ട്, അത് നിങ്ങൾക്ക് അറിയാലോ അല്ലെ. ലോട്ട് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് തെറാപ്പീസ് അതെ. അപ്പൊ CBTയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് നമ്മള് ആ ഒരു വ്യക്തിനെ, നമ്മുടെ മുമ്പിൽ വരുന്ന ആ ഒരു ക്ലയന്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം. എന്തായിരിക്കും ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നതുപോലെ നെഗറ്റീവ് തോട്ട്സ് അല്ലെങ്കിൽ ഡാമേജിങ് തോട്ട്സ്, ആ തോട്ട്സ് ആണ് നമ്മളുടെ ഇമോഷൻസിലോട്ട് എത്തിക്കുക, ആ ഇമോഷൻസ് ആണ് നമ്മളെ ബിഹേവിയർസിലോട്ടും എത്തിക്കുക. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു CBT നമ്മുടെ ഒരു ഡേ ടു ഡേ ലൈഫിൽ പോലും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറ്റ്സ് വെരി യൂസ്ഫുൾ. അപ്പോൾ നമ്മുടെ തോട്ട്സും ഇമോഷൻസും എല്ലാം ഐഡന്റിഫൈ ചെയ്ത് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു തെറാപ്പി ആണ് CBT എങ്കിൽ അത് ഒരിക്കലും ഈ പാസ്റ്റിലോട്ട് ഒത്തിരി പോയിട്ട് പാസ്റ്റിൽ എന്ത് സംഭവിച്ചു എന്നൊക്കെ പറയുന്നതിനേക്കാൾ ഇപ്പം നമ്മുടെ ഇതിൽ പറഞ്ഞ പോലെ ഫ്രീ അസോസിയേഷനേക്കാൾ കൂടുതലായിട്ടും CBT പോലും അഡ്രസ് ചെയ്യും പ്രസന്റിൽ എന്ത് സംഭവിക്കുന്നു. അപ്പൊ ഈ പ്രസന്റിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ പാസ്റ്റിലെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ ബിഹേവ് ചെയ്യുന്നതാണ്. അതാണ് CBT കൂടുതലും അവിടെ വരുന്നതിന്റെ ഇമ്പോർട്ടൻസ് അതാണ്. അപ്പോൾ നമ്മളുടെ ഒരു CBTയുടെ കീ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ഇമോഷൻസ് എങ്ങനെ നമ്മുടെ ബിഹേവിയേഴ്സിനെ എഫക്ട് ചെയ്യും. അപ്പൊ എങ്ങനെയാണ് നമ്മൾക്ക് ഈ ഒരു ഞാൻ പറഞ്ഞ പോലെ ഇമോഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയേഴ്സ് നമ്മൾ ഓരോ പ്രാവശ്യം എങ്ങനെയാണ് നമ്മൾക്ക് വരിക, അത് നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്ന് വരുന്ന ഒരു ഇൻസിഡന്റ് ആണ് നമ്മുടെ പ്രസന്റ് സിറ്റുവേഷനെ നമ്മൾ ബേസ് ചെയ്ത് ആ ഒരു പെർസെപ്ഷനിൽ പോവുക. അപ്പോ നിങ്ങളുടെ മുമ്പിൽ ഒരു ക്ലയന്റ് വന്നു, നമ്മളൊരു പ്രാക്ടിക്കലായിട്ട് ഒരു കൗൺസിലിംഗ് സെഷനിലോട്ട് കിടക്കുമ്പോൾ ഏതൊക്കെയാ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. ഞാൻ അതിനകത്തോട്ട് പോണോ? ഇനി നമ്മള് ഡിഫറെന്റ് അപ്രോച്ചസ് ടു CBT ഒക്കെ നിങ്ങൾക്ക് അറിയോ? ഞാൻ അതിനകത്തോട്ട് പോണോ? ഇൻട്രൊഡ്യൂസ് ഓക്കെ, ഫസ്റ്റ് ഇയർ
മാം CBT യെ കുറിച്ച് ഞങ്ങൾ പഠിച്ചിട്ട് മാത്രമേ ഉള്ളൂ, പക്ഷെ അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് അറിയത്തില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഈ CBT നമ്മള് പല രീതിയിൽ നമുക്ക് CBT-നെ ലൈക്ക് അപ്രോച്ച്. അതിനകത്ത് നമ്മള് ബേസിക് ആയിട്ട് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യുന്നത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ എന്തൊക്കെ ലൈക്ക് ഇഷ്യൂസ്, ഏത് ഇഷ്യൂസ് ആണ് ട്രിഗർ ചെയ്തത് ആ ഒരു തോട്ടിനെ അല്ലെങ്കിൽ ഒരു ബിഹേവിയറിനെ. അത് ഒരെണ്ണമുണ്ട്. പിന്നെ എങ്ങനത്തെ ഒരു ലൈക്ക് അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള തോട്ട് പാറ്റേൺസ്, എപ്പോഴും ഒരു അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള തോട്ട് പാറ്റേൺസ് ഉണ്ടാവും ഈ എപ്പോഴും വരുന്ന ഈ ക്ലയന്റ് എസ്പെഷ്യലി നമ്മുടെ അടുത്ത് ഈ ഒരു ഹെൽപ്പിന് വരുമ്പോൾ എപ്പോഴും ഈ ഒരു തോട്ട് പാറ്റേൺ ഇങ്ങനെ എപ്പോഴും ലൈക്ക് ഒരു ഇൻസിഡന്റിനെ തന്നെ ഇങ്ങനെ ഇത് ചെയ്ത് ലൈക്ക് ട്രിഗർ ചെയ്യുന്ന സെയിം ഒരു പാറ്റേൺ ഉണ്ടോ. അപ്പം ആ ഒരു പാറ്റേണിൽ നെഗറ്റീവ് തിങ്കിങ് ഏതാണ്, ആ നെഗറ്റീവ് തിങ്കിങ്ങിനെ വേണം നമ്മളത് റീഷേപ്പ് ചെയ്തിട്ട് ആ ഒരു ചേഞ്ചസ് ആ വ്യക്തിക്ക് കൊണ്ടുവരാനായിട്ട്. അപ്പം അത് ഐഡന്റിഫൈ ചെയ്ത് നെഗറ്റീവ് തിങ്കിങ്ങിനെ മാറ്റി റീഷേപ്പ് ചെയ്ത് വരുമ്പം എന്ത് സംഭവിക്കണം, പുതിയ ബിഹേവിയേഴ്സ് ആ വ്യക്തിയിലോട്ട് നമുക്ക് കൊടുക്കാനുള്ള അതിനുള്ള കുറച്ച് എന്താ പറയുക ആക്ടിവിറ്റീസ് നമ്മുടെ അടുത്തുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അതിനുള്ള ചില കോൺസെപ്റ്റ്സ് നമ്മുടെ അടുത്തുണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ആ വ്യക്തിക്ക് ആ പഠിച്ചു വരുന്ന ആ ന്യൂ ബിഹേവിയറിന് പുറത്ത് ലൈക്ക് ദാറ്റ് പേഴ്സൺ ഷുഡ് ഹാവ് കോൺഫിഡൻസ് അല്ലെങ്കിൽ സെൽഫ് വർത്ത് ഉണ്ടാവണം, ദാറ്റ് ഹി വിൽ ബി ഏബിൾ ടു അല്ലെങ്കിൽ ദാറ്റ് പേഴ്സൺ വിൽ ബി ഏബിൾ ടു ഒരു പുതിയ ലേണിംഗ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. ഓക്കെ. അപ്പോ ഇതിനകത്ത് ഇപ്പൊ CBTക്ക് പല ലൈക്ക് സബ് ആയിട്ടുള്ള ചില തെറാപ്പീസ് കൊണ്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ എക്സ്പോഷർ തെറാപ്പി, പിന്നെ ഡയലക്ടൽ ബിഹേവിയർ തെറാപ്പി, പിന്നെ മൈൻഡ്ഫുൾനെസ്, റിലാക്സേഷൻ തെറാപ്പി, ഇതെല്ലാം ഇതിന്റെ ഒരു സബ് ടൈപ്സ് ആണ്. അപ്പോൾ ഏറ്റവും പോപ്പുലർ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ടെക്നിക്സ് യൂസ് ചെയ്യുന്നതിന്റെ ഫസ്റ്റ് ടെക്നിക് എന്ന് പറയുന്നത്, നമ്മൾക്ക് വരുന്ന ക്ലയന്റിന്റെ അടുത്ത് നമ്മൾക്ക് എപ്പോഴും ഒരു ഗോൾസ് സെറ്റ് ചെയ്യാൻ പറ്റണം. ഇറ്റ്സ് കോൾഡ് സ്മാർട്ട് ഗോൾസ്. സ്മാർട്ട് ഗോൾസ് എന്ന് വെച്ചാൽ നമ്മൾ ആ വരുന്ന പേഴ്സൺ എപ്പോഴും സ്പെസിഫിക് ആയിട്ട് മെഷറബിൾ ആയിരിക്കണം, അച്ചീവബിൾ ആയിരിക്കണം, റിയലിസ്റ്റിക് ആയിരിക്കണം, ആൻഡ് ടൈം ലിമിറ്റഡ് ആയിരിക്കണം. അതാണ് സ്മാർട്ടിന്റെ ആ സ്മാർട്ട് എന്നുള്ളതിന് ഓരോ വേർഡിനെ നമ്മൾ എടുത്ത് ചെയ്യുമ്പോൾ എസ് ഫോർ സ്പെസിഫിക്. നമ്മൾക്ക് ആ വരുന്ന ക്ലയന്റിന് നമ്മൾ കൊടുക്കുന്ന ഒരു ഗോള് അത് സ്പെസിഫിക് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഒരു ആങ്കർ ഇഷ്യൂസ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് എങ്ങനെ ആങ്കർ മാനേജ് ചെയ്യാം എന്ന് പറയുമ്പോൾ നമ്മൾ പറയണം, ശരി ഇന്ന് തുടങ്ങി നിങ്ങൾ ദേഷ്യപ്പെടണ്ട കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ആങ്കർ മാനേജ്മെന്റ് ചില കോൺസെപ്റ്റ്സ് വെച്ചിട്ട് നിങ്ങൾ ആങ്കർ ഹാൻഡിൽ ചെയ്യുമെന്ന് പറയുമ്പോൾ it's a long term goal which may not be easy for that person to achieve, because ഇത്രയും നാളായിട്ട് ആങ്കർ ഇഷ്യൂസ് ഉള്ള ഒരാൾക്ക് ഒരു ദിവസം കൊണ്ട് ആങ്കർ ഇഷ്യൂസിനെ മാറ്റാൻ പറ്റണമെന്നില്ല. സോ നമ്മൾ എന്ത് ചെയ്യും, സ്പെസിഫിക് ആയിട്ട് നമുക്കൊരു 1 വീക്കില് നമ്മൾക്ക് എത്ര പ്രാവശ്യം ഈ ഒരു ആങ്കറിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റി. സോ ദാറ്റ് ഈസ് എ നെക്സ്റ്റ് മെഷറബിൾ. മെഷറബിൾ അതായത് ഒരാഴ്ച അതൊരു മെഷറബിൾ ആണ്, സ്പെസിഫിക് ആണ്, മെഷറബിൾ ആണ്, അച്ചീവബിൾ ആയിരിക്കണം. നമുക്ക് എപ്പോഴും ആ ഒരു വ്യക്തിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഗോൾസേ കൊടുക്കാവുള്ളൂ. കാരണം ഒരു ലോങ് ടേം CBTക്ക് എപ്പോഴും ഒരു ലോങ് ടേമിൽ ഉള്ള ഒരു സെഷൻസ് വേണ്ടി വരും. പക്ഷെ നമ്മൾ എപ്പോഴും ഒരു 1 or 2 വീക്സിൽ നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ ഗോൾസ് കൊടുത്തിട്ട് അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് കൂടെ നമ്മൾ അതിനെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യണം. പിന്നെ ഉള്ളത് റിയലിസ്റ്റിക് ആയിരിക്കണം. നമുക്ക് എടുക്കാൻ പറ്റാത്ത ഇപ്പൊ ഒരു ജിമ്മിൽ പോയിട്ട് എനിക്കൊരു 10 കിലോ കുറയ്ക്കണം, അത് ഞാൻ എന്ത് ചെയ്യണം, ഓക്കെ ഞാൻ ഒരു മാസം കൊണ്ട് 10 കിലോ കുറയ്ക്കും അല്ലെങ്കിൽ 5 കിലോ കുറയ്ക്കും എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് നോട്ട് റിയലിസ്റ്റിക്. അത് അച്ചീവ് ചെയ്യാനും പറ്റില്ല, മെഷറബിളും അല്ല, സ്പെസിഫിക്കും അല്ല. സോ സ്മോൾ ഗോൾസ് ആയിട്ട് നമുക്ക് സ്പെസിഫിക്, മെഷറബിൾ, അച്ചീവബിൾ, റിയലിസ്റ്റിക് ആൻഡ് ടൈം ലിമിറ്റഡ് അങ്ങനെ കൊടുക്കണം. നമുക്ക് എപ്പോഴും വി ഷുഡ് ബി ഏബിൾ ടു ഗീവ് ഗോൾസ് അങ്ങനെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെയുള്ള വേറൊരു ടെക്നിക് എന്ന് പറയുന്നതാണ് ഗൈഡഡ് ഡിസ്കവറി എന്ന് പറയും, അല്ലെങ്കിൽ ഗൈഡഡ് ഡിസ്കവറി ആൻഡ് ക്വസ്റ്റനിങ്. അതായത് നമ്മൾ നമ്മുടെ ക്ലയന്റിന്റെ കൂടെ ഇരുന്ന് നമ്മൾ അവരോട് സംസാരിക്കും. അപ്പൊ അവര് സംസാരിക്കുന്ന രീതിയിൽ ഇപ്പം എന്താ പലപ്പോഴും അവരവരുടെ വിഷമങ്ങൾ അല്ലെങ്കിൽ ഇഷ്യൂസ് അല്ലെങ്കിൽ അവരുടെ മൂഡ് സ്വിങ്സിനെ പറയുമ്പോൾ നമുക്ക് വി ക്യാൻ ഗെറ്റ് ലൈക്ക്
നമ്മൾക്ക് അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ നമ്മൾ അവരുടെ കൂടെ ഡിസ്കവർ ചെയ്യാൻ പറ്റണം നമ്മൾ അവർക്ക് എന്താണ് അവർ കടന്നു പോകുന്ന സിറ്റുവേഷൻ എന്താണെന്ന് വി ഷുഡ് ബി ഏബിൾ ടു ഫൈൻഡ് ഔട്ട്. അതുപോലെ തന്നെ നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ചോദിച്ച് അവരെ ചലഞ്ച് ചെയ്യാം. എല്ലാ പ്രാവശ്യവും ഇങ്ങനെ ഉണ്ടായോ, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം മാത്രമാണ് ഉണ്ടായത്. ചിലപ്പോൾ ജനറലൈസ് ചെയ്തിട്ടായിരിക്കും പറയാ എനിക്ക് എല്ലാ ദിവസവും ലൈക്ക് ആങ്സൈറ്റി ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് മൂഡ് സ്വിങ്സ് ഉണ്ട്. അപ്പൊ ഇന്നലെ ഉണ്ടായിരുന്നോ, ഇന്നലെ എത്ര പ്രാവശ്യം ഉണ്ടായിരുന്നു, അത് ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഉണ്ടായിരുന്നത്. അപ്പൊ നമുക്കത് കുറച്ചും കൂടെ നമ്മൾ അതിനെ കട്ട് ചെയ്ത് ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ചിലപ്പോൾ ഒരാഴ്ചയിൽ ചിലപ്പോൾ 2 ദിവസം ഉണ്ടായിട്ടുണ്ടാവുള്ളായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ അങ്ങനെ ക്വസ്റ്റ്യൻസ് ചലഞ്ച് ചെയ്ത് ചോദിക്കുമ്പോൾ അത് അവർക്ക് കുറച്ചും കൂടെ, അവർക്ക് പോലും അതൊരു ഇൻസൈറ്റ് ആയിരിക്കും. പിന്നുള്ള ടെക്നിക്ക് എന്ന് പറയുന്നത് ജേർണലിംഗ് ആണ്. ജേർണലിൽ നമ്മൾ അവരോട് യൂഷ്വലി പറയും ഈ നെഗറ്റീവ് ബിലീഫ്സ്. അത് യൂഷ്വലി ഞാൻ എപ്പോഴും കൊടുക്കുന്ന ഒരു എന്താ പറയാ ഒരു അസൈൻമെന്റ് ആണ്. യൂഷ്വലി ഈ നമ്മുടെ CBT-യിലുള്ള ഒരു എന്ന് വെച്ചാൽ എപ്പോഴും ഒരു ഹോംവർക്ക് ബേസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു അസൈൻമെന്റ് ബേസ്ഡ് ആയിരിക്കും. സോ ദാറ്റ് ആ ഒരു പേഴ്സണ് അവർക്ക് തന്നെ ട്രാക്ക് ചെയ്യാൻ പറ്റും അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തുമാത്രം അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി എന്നുള്ളത്. ഇപ്പൊ ജേർണലിംഗ് ആണെങ്കിൽ ഇപ്പം ഒരു 1 വീക്ക് നമ്മൾ സമയം കൊടുത്തിട്ട് ആങ്കർ ഇഷ്യൂസ് ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്ക് എത്ര പ്രാവശ്യം ആ ഒരു ആങ്കർ എക്സ്പ്രസ് ചെയ്യേണ്ടി വന്നു, ഏതൊക്കെ വ്യക്തികളോടാണ്, ഏതൊക്കെ ടൈമിലാണ്, അപ്പം അതെല്ലാം പിന്നെ അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് നമ്മൾ കൂടെ പറയുമെങ്കിലും അത് ജേർണൽ ചെയ്ത് വരുമ്പോൾ ദേ ബിക്കം കോൺഷ്യസ്. ആൻഡ് എൻഡ് ഓഫ് ദ ഡേ അവർക്ക് തന്നെ ദേ ഷുഡ് ഹാവ് സം ഐഡിയ, ഇന്ന് എത്ര പ്രാവശ്യം എനിക്ക് അങ്ങനെ ഒരു ദേഷ്യം പ്രകടിപ്പിക്കേണ്ടി വന്നു. അപ്പം ഇങ്ങനെ ഓരോ നമ്മൾ കുറേശ്ശെ അത് എഴുതി വരുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഈസി ആയിട്ട് വരും. പിന്നെ ഉള്ളതാണ് സെൽഫ് ടോക്ക്. സെൽഫ് ടോക്കിൽ നമ്മൾ എന്താ അവരോട് പറയാന്ന് വെച്ചാൽ ഒരു എന്താ പറയാ ഒരു സർട്ടൺ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അവരുടെ ഒരു സിറ്റുവേഷൻ അവരോട് സംസാരിക്കാൻ പറയാണ്. അങ്ങനെ അവർ സംസാരിക്കുമ്പോൾ ആ സെയിം ടൈം കൗൺസിലർ അവരോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ചലഞ്ചിങ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ചിലപ്പോൾ അവർ പറയുന്ന നെഗറ്റീവ് ക്വസ്റ്റ്യൻസിനെ നമുക്കൊരു പോസിറ്റീവായിട്ട് ക്രിട്ടിക്കലായിട്ട് സംസാരിക്കുമ്പോൾ അവർക്ക് അത് കുറച്ചും കൂടെ ഒരു ഇൻസൈറ്റ് കൊടുക്കും. ഓക്കെ, ഇങ്ങനെയും ഒരു സാധ്യത ഉണ്ടായിരുന്നല്ലോ. നമ്മളൊക്കെ എപ്പോഴും ഓവർ തിങ്കിങ്ങിന്റെ ആൾക്കാരാണ്. നമ്മുടെ ഒരു ഹ്യൂമൻ ബീയിങ്സിന്റെ എപ്പോഴും ഒരു നാച്ചുറൽ വേ ഓഫ് തിങ്കിങ് എന്താണെന്നറിയോ? നമുക്ക് എപ്പോഴും നമ്മുടെ ഒരു നാച്ചുറൽ വേ ഓഫ് തിങ്കിങ് എന്താണെന്നറിയോ? ഇറ്റ്സ് കോൾഡ് ANT. എന്താണെന്നറിയോ? ഓട്ടോമാറ്റിക് നെഗറ്റീവ് തിങ്കിങ്. നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ എപ്പോഴും അങ്ങനെ ആ ഒരു കോൺസെപ്റ്റിൽ സ്റ്റക്കാണ്. വി ഓൾവേസ് യൂസ് ടു ഹാവ് ദിസ് തോട്ട്. യൂഷ്വലി എപ്പോഴും നമുക്ക് എന്തുണ്ടെങ്കിലും അതൊരു നെഗറ്റീവ് തോട്ടേ വരുള്ളൂ. അപ്പൊ ആ ഒരു നെഗറ്റീവ് തോട്ടിനെയാണ് നമ്മളത് റീകൺസ്ട്രക്ട് ചെയ്ത് പോസിറ്റീവിലോട്ട് കൊണ്ടുവരാൻ വരിക. അപ്പൊ അതിനകത്ത് ഈ ഒരു സെൽഫ് ടോക്ക് അതിനകത്ത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. പിന്നെ ഉള്ളതാണ് കോഗ്നിറ്റീവ് റീസ്ട്രക്ചർ എന്ന് പറയും. അതെന്ന് വെച്ചാൽ നമുക്കുള്ള ചില നെഗറ്റീവ് ആയിട്ടുള്ള കുറെ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് ഉണ്ട്, നമ്മൾ തന്നെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, ഞാൻ ഒരു പ്രാവശ്യം ഒരു എക്സാമിന് തോറ്റു, ദാറ്റ് മീൻസ് ഐ എം എ ഫെയിലിയർ. ഞാൻ ഒരു പ്രാവശ്യം ഒരു ഫുഡ് ഉണ്ടാക്കിയപ്പോൾ അത് ഇത്തിരി കരിഞ്ഞു പോയി. അപ്പൊ ഞാൻ എപ്പോൾ ഉണ്ടാക്കുന്ന ഫുഡും മോശമാണ്. അപ്പൊ അങ്ങനെ നമ്മൾ കുറച്ചൊരു കോഗ്നിറ്റീവ്, നമ്മളെപ്പോഴും പറയാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ്, ആ ഒരു രീതിയിലുള്ള കുറച്ച് ഡിഫൻസ് മെക്കാനിസംസ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിലൂടെ നമ്മൾക്ക് ആ ഒരു ക്ലയന്റിനെ തോട്ട് പ്രോസസ്സിനെ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം അതും ഒരു ടെക്നിക്കാണ് നമ്മൾ യൂസ് ചെയ്യുക. പിന്നെയുള്ളത് നമുക്ക് പറയാവുന്ന വേറൊരു അസൈൻമെന്റ് എന്ന് വെച്ചാൽ തോട്ട് റെക്കോർഡിങ്. അതായത് നമ്മൾക്കുള്ള എല്ലാ എസ്പെഷ്യലി PTSD, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറിൽ നമ്മൾ കൊടുക്കുന്ന ഒരു അസൈൻമെന്റ് ആണ് സാധാരണ തോട്ട് റെക്കോർഡിംഗ് എന്ന് പറയാം. അതായത് നമ്മൾക്ക് ഉണ്ടാകുന്ന എല്ലാ ഫീലിങ്സ്, തോട്ട്സ്, ഇതെല്ലാം ആ ഒരു സ്പെസിഫിക് സിറ്റുവേഷൻ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത എല്ലാ തോട്ട്സ്, ഫീലിങ്സ് ഒക്കെ നമ്മളൊന്ന് എഴുതി വെക്കുക. എഴുതി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾക്ക് അതൊരു നമ്മുടെ അതിനകത്ത് എന്തുമാത്രം നെഗറ്റീവ് ബിലീഫ്സ് ഉണ്ട്, അല്ലെങ്കിൽ അതിനകത്ത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ അതിന്റെ എവിഡൻസ് നോക്കുമ്പോൾ ചിലപ്പോൾ അത് അത്ര ഉണ്ടാവണമെന്നില്ല. നമ്മുടെ മനസ്സിൽ ഇപ്പം നേരത്തെ അഞ്ജന പറഞ്ഞ പോലെ ആ സമയത്ത് അങ്ങനെ ബിഹേവ് ചെയ്തെങ്കിലും പിന്നീട് എനിക്ക് തോന്നി അങ്ങനെ വേണ്ടിയിരുന്നില്ലായിരുന്നു എന്ന്. ഓക്കെ, അപ്പൊ അതൊക്കെ ആ ഒരു തോട്ട് റെക്കോർഡിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇതുപോലെ തന്നെ വേറൊരു ടെക്നിക്കാണ് പോസിറ്റീവ് ആക്ടിവിറ്റീസ് എന്ന് പറയും. അതായത് നമ്മൾക്ക് തന്നെ നമ്മളൊരു റിവാർഡ് കൊടുക്കുകയാണ്. ഇപ്പൊ നമ്മളുടെ
ആങ്കർ റിലേറ്റഡ് ഇഷ്യൂസ് ആയിരിക്കാം. സോ നമ്മൾക്കത് ഒരു പ്രാവശ്യം നമ്മൾക്കത് നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റിയെങ്കിൽ യു റിവാർഡ് യുവർ സെൽഫ്, ലൈക്ക് യുനോ. അല്ലെങ്കിൽ അത് ചിലപ്പോൾ നമ്മുടെ ഒരു പാർട്ട്ണറിന്റെ ആയിരിക്കാം, നമ്മുടെ ഒരു കുട്ടികളുടെ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മളൊരു ഫ്രൂട്ട് കഴിക്കുക, നമ്മളൊരു ഐസ്ക്രീം കഴിക്കുക, ലൈക്ക് യുനോ നമ്മളെ തന്നെ നമുക്ക് തന്നെ ഒരു പോസിറ്റീവായിട്ട് നമ്മളൊരു ലൈക്ക് യുനോ ഒരു അപ്രിഷിയേറ്റ് ചെയ്യാണ്. പിന്നെ ഉള്ള ഒരു ടെക്നിക് എന്ന് പറയുന്നത് എക്സ്പോഷർ തെറാപ്പി എന്ന് പറയും. അത് കുറച്ചും കൂടെ നമ്മുടെ ഈ എന്താ പറയാ ഫിയേഴ്സ്, ഫോബിയാസ് ഒക്കെ ഉള്ളവർക്ക് നമ്മൾ പതുക്കെ ആ ഒരു സിറ്റുവേഷനിൽ എക്സ്പോസ് ചെയ്തിട്ട്, ഇപ്പൊ നമുക്കൊരു ഡോഗിനെ പേടിയുള്ള ആളാണെങ്കിൽ നമ്മൾ ആ ഒരു പതുക്കെ ആ സിറ്റുവേഷനിൽ ആ വ്യക്തിയെ കൊണ്ടുവന്നിട്ട് എക്സ്പോസ് ചെയ്തിട്ട് അതിനെ ഒരു റിയലിസ്റ്റിക് വേയിലോട്ട് മാറ്റുന്നതാണ് എക്സ്പോഷർ തെറാപ്പി എന്ന് പറയാം. പിന്നെ ഉള്ളതാണ് സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ. നിങ്ങൾ ഇങ്ങനത്തെ വാക്കുകളൊക്കെ കേട്ടിട്ടുണ്ടോ? ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ള വാക്കുകളാണോ? കേട്ടിട്ടുണ്ടോ? ഇല്ല, വളരെ തോന്നുന്നു. ഇപ്പൊ മാം ഈ എക്സ്പോഷർ തെറാപ്പിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചത്, അപ്പം ഈ നമ്മുടെ പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ അതുപോലെ പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയുന്നത് എക്സ്പോഷർ തെറാപ്പി ആയിട്ട് റിലേറ്റഡ് ആണോ? എനിക്ക് കേൾക്കില്ല, ഒന്നുകൂടെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട്. പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഈ എക്സ്പോഷർ തെറാപ്പി. അതെ, അതിനകത്ത് നമ്മള് അതായത് ആ ഒരു വ്യക്തി, ഇപ്പൊ നമുക്കൊരു ലിഫ്റ്റിൽ കയറാൻ പേടിയുള്ള ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. അത് മോസ്റ്റ്ലി അതൊരു ഫിയർ റിലേറ്റഡ്, ഹൈറ്റ് റിലേറ്റഡ്, അങ്ങനത്തെ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു തെറാപ്പി. എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻസ് ഉണ്ടോ അവിടെ? അപ്പൊ കൂടുതലും നമ്മൾ എപ്പോഴും ഈ എന്താ പറയാ നമ്മുടെ CBT റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എപ്പോഴും മോസ്റ്റ്ലി ഒരു ഹോംവർക്ക് ബേസ്ഡ് കൂടെ ആയിരിക്കും. കാരണം അപ്പോഴാണ് നമുക്ക് ഒരു വ്യക്തിയുടെ ഇംപ്രൂവ്മെന്റ്സ് എത്രയെന്ന് നമുക്കറിയാൻ പറ്റുക. ഇനി നിങ്ങൾ ആസ് എ കൗൺസിലർ, നിങ്ങൾ ഒരു ഫസ്റ്റ് ടൈം നിങ്ങളുടെ അടുത്തൊരു ക്ലയന്റ് വന്നെന്ന് വിചാരിക്കുക, നിങ്ങൾ എങ്ങനെയായിരിക്കും ആ ഒരു വ്യക്തിയെ ഹാൻഡിൽ ചെയ്യുക? നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ, നിങ്ങളെല്ലാം കൗൺസിലേഴ്സ് ആണ്, നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു. സോ ഹൗ യു ആർ ഗോയിങ് ടു ഹാൻഡിൽ ദാറ്റ് സിറ്റുവേഷൻ? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാനൊരു പ്രാക്ടിക്കൽ ആയിട്ടൊരു സെഷനിലോട്ട് പോവാണ്. ഇപ്പൊ നമ്മൾ പറയണ പോലെ ടീച്ചേഴ്സിന് എങ്ങനെ പഠിപ്പിക്കണമെന്ന് കുട്ടികളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അതുപോലെ ഡോക്ടേഴ്സിന് എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. അതുപോലെ നമുക്ക് എങ്ങനെയാണ് ഒരു പ്രോസസ്സ് എന്ന് പറയാമെങ്കിലും ഈച്ച് പേഴ്സൺ ടു പേഴ്സൺ ആണ് നമ്മൾ എങ്ങനെയാണ് ഒരു വ്യക്തിയെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത്. അത് നമ്മൾക്ക് എങ്ങനെ റാപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനൊക്കെ ബേസ് ചെയ്തിരിക്കും. അപ്പോൾ നമ്മളുടെ അടുത്ത് വരുന്ന ഒരു ചിലപ്പോൾ അത് സ്റ്റുഡൻ്റ് ആകാം, ഒരു കപ്പിളാകാം, അല്ലെങ്കിൽ എനിബഡി എന്ന് വിചാരിക്കാം. ചിലപ്പം അവര് വരുന്ന അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമായിരിക്കാം. ചിലര് വരുന്നത് ചിലപ്പോൾ അവരെ റെഫർ ചെയ്തിട്ടായിരിക്കാം. ചിലപ്പം ഒരു വൈഫിന് ഒരു ഹസ്ബൻഡ് കൂട്ടിക്കൊണ്ടുവരുന്നുണ്ടാകാം, ചിലപ്പോൾ ഒരു കുട്ടീന്റെ പാരന്റ്സ് കൊണ്ടുവരുന്നുണ്ടാകാം. സോ ഈ ക്ലയന്റ് എന്ന് പറയുന്ന വ്യക്തി, അത് സ്റ്റുഡന്റ് ആയിക്കോട്ടെ, ചൈൽഡ് ആയിക്കോട്ടെ, വൈഫ് ആയിരിക്കട്ടെ, ഹസ്ബൻഡ്, ചിലപ്പോൾ മറ്റവരുടെ അടുത്ത് അവരുടെ ബാക്കി ഫെമിലിയർ ആൾക്കാരോട് ചിലപ്പോൾ സംസാരിക്കാൻ അത്ര ഫ്രീ ആയിരിക്കണം എന്നില്ല. ചിലപ്പോൾ നമ്മളുടെ അടുത്ത് ചിലപ്പോൾ കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് സംസാരിക്കും. അറ്റ് ദ സെയിം ടൈം ചിലപ്പോൾ നമ്മുടെ അടുത്ത് ഫ്രീ ആയിട്ട് സംസാരിക്കണം എന്നില്ല. ബിക്കോസ് അവരോട് ഒരു സ്ട്രേഞ്ചറിന്റെ അടുത്ത് അവരുടെ ഇമോഷൻസ് അല്ലെങ്കിൽ അവരുടെ തോട്ട്സ് ഒക്കെ ഷെയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി. നമുക്ക് നമ്മുടെ ഒരു ഫിസിക്കൽ ഹെൽത്ത് ഇഷ്യൂസ് ചെന്ന് പറയാൻ നമുക്ക് ഈസി ആയിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ വേറെ പഠിക്കാൻ പറ്റില്ലാന്നോ, അല്ലെങ്കിൽ ഇന്ന സബ്ജക്ട് പഠിക്കാൻ പറ്റില്ല, ട്യൂഷന് പോകണം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറയാൻ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. പക്ഷെ നമ്മുടെ ഏറ്റവും ഇന്നർമോസ്റ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ, ലൈക്ക് എനിക്ക് ഈ കാര്യത്തിൽ ഇന്ന രീതിയിലാണ് എൻ്റെ ഫീലിങ്സ്, അല്ലെങ്കിൽ എൻ്റെ തോട്ട്സ് എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് വേറൊരു അറിയാത്തൊരു വ്യക്തിയോട് പറയാനുള്ള ഒരു എന്താ പറയാ ഒരു അൺഈസിനെസ് ഉണ്ട്. അപ്പൊ നമ്മൾ അതെല്ലാം എക്സ്പെക്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു വ്യക്തിയെ നമ്മൾ സ്വീകരിക്കേണ്ടത്. അപ്പം അവര് വന്നപ്പോൾ ചിലപ്പോൾ ഒരു ഇനീഷ്യൽ ടോക്കിൽ വേണ്ടിയിട്ട് ചിലപ്പോൾ നമുക്ക് പാരന്റ്സ് ഇരിക്കേണ്ടി വരും, ചിലപ്പോൾ പാരന്റ്സിനെ ഇരുത്തി സംസാരിക്കേണ്ടി വരും. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ഈ സിറ്റുവേഷൻ ടു സിറ്റുവേഷൻ. ഓക്കെ, സോ എങ്ങനെയായിരിക്കും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക? നിങ്ങളുടെ മനസ്സിലെങ്ങനെ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു കൗൺസിലിംഗ് സെഷൻ എങ്ങനെയായിരിക്കും? ഇനി ഐഡിയ? നിങ്ങൾ ആരെങ്കിലും കൗൺസിലിംഗിന് പോയവരുണ്ടോ? അത് പറയില്ല, ഏതാണെങ്കിലും കുഴപ്പമില്ല. സോ ഫസ്റ്റ് തിങ് എന്ന് വെച്ചാൽ നമ്മൾക്ക് വരുന്ന ഒരു ക്ലയന്റ് എടുക്കാൻ MSc എന്ന് പറഞ്ഞിട്ടൊരു
ലൈക്ക് ഒരു ഇനീഷ്യൽ റെക്കോർഡിംഗ് ഒരു എന്താ പറയാ ഒരു ഫോം ഉണ്ട്. MSc മീൻസ് മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ എന്ന് പറയും. അത് ഓരോരുത്തർക്കും അവരുടെ സ്വന്തമായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിനകത്ത് നമ്മൾ ഇനീഷ്യൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് റെക്കോർഡ് ചെയ്യും. ലൈക്ക് നെയിം ഉണ്ട്, അഡ്രസ്, പിന്നെ അവരുടെ സ്ഥലം എവിടെയാണ്, ആരാണ് അവരെ കൊണ്ടുവന്നത്, അവരെ റെഫർ ചെയ്ത ആരാണ്, അവർക്ക് ഇതിനു മുമ്പ് അവർ കൗൺസിലിങ്ങിന് പോയിട്ടുണ്ടോ, അവർ ഇതിനു എന്തെങ്കിലും സൈക്യാട്രിക് ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടോ, അവരുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്, അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ അവരോട് ചോദിക്കും ക്വസ്റ്റ്യൻസ്. അന്ന് നിങ്ങൾക്ക് ആ ദേഷ്യം വന്നപ്പോ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന തോട്ട്സ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അവർ നമ്മളോട് സംസാരിക്കുമ്പോൾ ഒരു തോട്ട് പാറ്റേൺ എങ്ങനെയാണ്, അതുപോലെ തന്നെ എങ്ങനെയാണ് അവരവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുക, അതുപോലെ തന്നെ അവരുടെ അപ്പിയറൻസ് എങ്ങനെയാണ്, അവർക്ക് സൂയിസൈഡ് തോട്ട്സ് ഉണ്ടോ. അപ്പൊ അങ്ങനെയുള്ള പല പല തരത്തിലുള്ള പല ഇൻഫോർമേഷൻസ് നമ്മൾക്ക് ആ ഒരു MSc എന്ന് പറയുന്ന ആ ഒരു ഫോമിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാം. സോ ദാറ്റ് നമ്മൾക്കത് പിന്നീടുള്ള പല കാര്യങ്ങൾക്കും ഹെൽപ്പ് ചെയ്യും. നമുക്ക് എപ്പോഴും ഒരു കേസ് ഹിസ്റ്ററി ഉണ്ടാവുന്ന നല്ലതാണ്, ആ ബേസിക് ഇൻഫോർമേഷൻസ്. കാരണം നമ്മൾ എപ്പോഴും ആ ഒരു പേഴ്സൺ പിന്നെയും ഒരു ഫോളോ അപ്പ് വരുമ്പോൾ അത് ഒരു കേസ് ഹിസ്റ്ററി വേണം എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അതിനകത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒത്തിരി ലൈക്ക് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് റിമെമ്പർ ചെയ്യാൻ പറ്റുമെങ്കിൽ റിമെമ്പർ ചെയ്യുക. അത് റെക്കോർഡ് ചെയ്യുന്നതിന്റെ അത് ഓരോ പേഴ്സൺ ടു പേഴ്സന്റെ ഇഷ്ടമാണ്. പിന്നെ നമ്മൾ എപ്പോഴും കൗൺസിലിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ആ വ്യക്തിയോട് 17 ഇയേഴ്സിന്റെ മുകളിലാകുമ്പം അഡൾട്ട് ആകും, 17 ഇയേഴ്സിന് താഴെയുള്ള ഒരു വ്യക്തിയാണ് വരുന്നതെങ്കിൽ പാരന്റ്സിന്റെ കൺസെന്റ് എടുക്കണം, വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ 17 ഇയേഴ്സിന്റെ മുകളിലുള്ള വ്യക്തിയോട് നമ്മൾ ചോദിക്കണം, നമ്മളെങ്ങനെ കേസ് ഹിസ്റ്ററി നമ്മൾ വെക്കുന്നുണ്ട്, അത് ഓക്കെ ആണോ എന്ന് ചോദിക്കണം. അതുപോലെ തന്നെ അവരോട് നമുക്ക് പിന്നെ അവർക്ക് കൊടുക്കേണ്ട ചില ഇനീഷ്യൽ എന്താ പറയാ അതായത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കോൺഫിഡൻഷ്യൽ ആയിരിക്കും. 2-3 സിറ്റുവേഷൻസിൽ നമുക്ക് ആ ഒരു കോൺഫിഡൻഷ്യാലിറ്റി ബ്രേക്ക് ചെയ്യാം. ഒന്ന്, ആ വ്യക്തി സ്വയമായിട്ട് സെൽഫ് ഹാം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി കാണിക്കുന്നുണ്ട് എങ്കിൽ. സെക്കൻഡ്ലി, വേറെ ആരെയെങ്കിലും ഹാം ചെയ്യാനായിട്ടുള്ള തോട്ട്സും നമുക്ക് സംസാരിക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ ഉള്ള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ ചില സിറ്റുവേഷൻസ് നമുക്ക് ആ ഒരു കോൺഫിഡൻഷ്യാലിറ്റി ബ്രേക്ക് ചെയ്യേണ്ടി വരും. ബിക്കോസ് ഓഫ് കോഴ്സ് വി നീഡ് ടു ടേക്ക് അവരുടെ പാരന്റ്സിന്റെയോ അല്ലെങ്കിൽ വേറെ സൈക്യാട്രിസ്റ്റിന്റെയോ ഒക്കെ ഹെൽപ്പ് എടുക്കേണ്ടത് കൊണ്ട് തന്നെ നമ്മൾ അവരോട് പറയും, ഞാൻ ഇന്നാളോട് സംസാരിക്കാൻ പോവാണ് ബിക്കോസ് ഓഫ് ദിസ് റീസൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു വേറെ വ്യക്തിയോട് സംസാരിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ നമ്മൾ ഇനീഷ്യലായിട്ട് പിന്നെ നമ്മൾക്കുള്ള ഒരു സെക്കൻഡ് തിരിച്ച് ഒന്നെങ്കിൽ നമ്മൾക്ക് അവരുടെ മുമ്പിൽ തന്നെ വെച്ചിട്ട് MSc എഴുതാം, അല്ലെങ്കിൽ നമ്മൾ ഈ എഴുതുന്ന സമയത്ത് ദേ ഫീൽ ലിറ്റിൽ അൺകംഫർട്ടബിൾ ആയിരിക്കുന്നു, അവർ സംസാരിച്ചുകൊണ്ടിരിക്കണം നമ്മൾ എഴുതുന്നത്. സോ യൂഷ്വലി ഞാൻ ചെയ്യുന്നത് എപ്പോഴും ക്ലയന്റ് വന്ന് പോയി കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ബാക്കി കേസ് ഹിസ്റ്ററി ഒക്കെ എഴുതുള്ളൂ. ഐ ഡോണ്ട് മേക്ക് ദം ഫീൽ കോൺഷ്യസ് ദാറ്റ് ഞാൻ ഒരാളുടെ കേസ് ഹിസ്റ്ററി എഴുതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സോ ഞാൻ യൂഷ്വലി എപ്പോഴും ആ ഒരു ക്ലയന്റ് വന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. അത് റെക്കോർഡ് ചെയ്തിട്ട് ആ ഒരു പേഴ്സൺ പോയി കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കേസ് ഹിസ്റ്ററി ആയിട്ട് എഴുതാം. ഇത് ഡിപ്പെൻഡ്സ് അപ്പോൺ ഈച്ച് പേഴ്സൺ. പക്ഷെ ദിസ് ഇസ് വാട്ട് ഐ ഡു. ഞാൻ പറഞ്ഞല്ലോ, ഓരോ കൗൺസിലറും യുണീക്ക് ആണ്, അവർക്ക് അവരുടേതായിട്ടുള്ള ഓരോ മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ അവർ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇനീഷ്യലി അവരുടെ ഇങ്ങനെ അവരുടെ ഫാമിലിയെ പറ്റി അന്വേഷിച്ച്, അവർക്ക് സിബ്ലിങ്സ്, അവരുടെ എഡ്യൂക്കേഷൻ അങ്ങനെയെല്ലാം സംസാരിച്ച് തുടങ്ങി കഴിഞ്ഞിട്ട് ഒരിക്കലും ഫസ്റ്റ് ടൈം തന്നെ അവർ സംസാരിക്കുമെന്ന് എക്സ്പെക്ട് ചെയ്യരുത്. ഒരിക്കലും ഒരു തുറന്ന് സംസാരിക്കൽ ഒരു മാനസികാവസ്ഥയിൽ വരണം എന്നില്ല. ചിലർ ചിലപ്പോൾ നേരെ സംസാരിക്കണം തന്നെ ആഗ്രഹിച്ച് വരുന്നുണ്ടാവും, ബിക്കോസ് അവർ അത്രയും അവർക്കൊരു നീഡായിരിക്കും. പക്ഷെ ചിലർക്ക് അത് അവരുടെ ഒരു വേറെ ആരെങ്കിലും, എസ്പെഷ്യലി വേറെ ആരെങ്കിലും ഒക്കെ റെഫർ ചെയ്ത് വരുവാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് അത്രയും സംസാരിക്കാൻ കംഫർട്ടബിൾ ആയിരിക്കില്ല. സോ നമ്മൾ അവരെ ഫോഴ്സ് ചെയ്യാതിരിക്കുക. എന്നോട് ഇത് പറയേ, നിങ്ങൾക്ക് എന്താ സംഭവിച്ചത് അല്ലെങ്കിൽ അന്ന് എന്താ സംഭവിച്ചതെന്ന് നമ്മൾ നിർബന്ധിക്കും തോറും അവർക്ക് അത്രയും ആ ഒരു നമ്മളുടെ പുറത്തുള്ളൊരു ട്രസ്റ്റ് പോകും. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് നമ്മളിലുള്ള ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്തെടുക്കാനുള്ള ഒരു സമയം, ഒരു സ്പേസ് നമ്മൾ അവർക്ക് കൊടുക്കണം. ചിലപ്പോൾ ഫസ്റ്റ് സെഷനിൽ നടക്കണം എന്നില്ല, ചിലപ്പോൾ 1-2 സെഷൻസ് എടുക്കാം. ചിലപ്പം ആ ഒരു ട്രസ്റ്റ് പോലും ബിൽഡ് ചെയ്തെടുക്കാൻ. എന്നോട് നേരത്തെ ഞാൻ ഒരു കൗൺസിലിങ്ങിന്റെ വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ആരും എന്നോട് പറഞ്ഞു ആക്റ്റീവ് ലിസണിങ്, അതിന്റെ കൂടെ ഒരാൾ പേഷ്യൻസ് പറഞ്ഞു.
which is very important. We should have that empathetic attitude, patience towards that client. നമ്മൾ ഒരു ലിസൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും നമ്മൾ റെഡിയാണെന്ന് ആ ഒരു പേഴ്സൺ ഫീൽ ചെയ്യുന്നിടത്തോളം ഒരു സമയം നമ്മൾ ആ വ്യക്തിക്ക് കൊടുക്കണം. പിന്നെ ചില സമയത്ത് എന്താ സംഭവിക്കുന്നത്, എന്നോട് പലരും ചിലപ്പോഴെങ്കിലും ചിലർ വന്ന് പറഞ്ഞേക്കണത്, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടേക്കണത് ഒരു കാര്യവും ചെന്ന് കൗൺസിലറോട് പറയരുത് എന്നുള്ളതാണ്. അതായത് വീട്ടിൽ ചിലപ്പോൾ കുറെ ഇഷ്യൂസ് നടക്കുന്നുണ്ടാകും, പക്ഷെ അവർക്ക് ഇങ്ങനെ ഏറ്റവും വീട്ടിലുള്ള ഇന്നർമോസ്റ്റ് ആയിട്ടുള്ള കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു കൗൺസിലിംഗ് സംസാരിച്ചു കഴിഞ്ഞാൽ അത് ആ കോൺഫിഡൻഷ്യാലിറ്റി ബ്രേക്ക് ചെയ്യോ അല്ലെങ്കിൽ കൗൺസിലർ വേറെ ആൾക്കാരോട് സംസാരിക്കോ അതൊക്കെ പറയുന്നത് ഒരു പേടി കൊണ്ടായിരിക്കും. ചിലപ്പോൾ അവർക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാം. പക്ഷെ കോൺഫിഡൻഷ്യാലിറ്റി ബ്രേക്ക് ചെയ്യരുത് എന്നുള്ളത് ഞാൻ എല്ലാ കൗൺസിലേഴ്സിനും റിക്വസ്റ്റ് ചെയ്യുന്ന കാര്യം. ബിക്കോസ് അത് ഒരു വ്യക്തിയുടെ ഏറ്റവും ഇന്നർമോസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അവര് ചിലപ്പം ലൈഫിൽ തന്നെ ആദ്യമായിട്ട് ഷെയർ ചെയ്യണത് കൗൺസിലേഴ്സിനോടായിരിക്കും. സോ നമ്മുടെ ഒരു കൗൺസിലിങ്ങിന്റെ ഒരു പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറയുന്നത് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ടു കീപ് ദ കോൺഫിഡൻഷ്യാലിറ്റി. അത് എത്ര നാൾ കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും നമ്മളത് ചിലപ്പോൾ നമ്മൾ വളരെ നന്നായിട്ട് അറിയുന്ന വ്യക്തികളായിരിക്കും, ചിലപ്പം നമ്മൾ പിന്നീട് കണ്ടില്ല എന്ന് വരും. എപ്പോഴും നമ്മൾക്ക് ആ ഒരു കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യാനുള്ള, എനിക്ക് ഒരിക്കലും ഒരു സംഭവം ഉണ്ടായി. ഒരു വ്യക്തി എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നു കഴിഞ്ഞപ്പോൾ വളരെ ഒരു സീരിയസ് ഇഷ്യൂ ആണ്. ലൈക്ക് ആ പേഴ്സൺ സൂയിസൈഡ് ചെയ്യാനായിട്ടുള്ള ഒരു സൂയിസൈഡ് നോട്ട് വരെ എഴുതി വെച്ചിട്ട് ഉള്ളതാണ്. പക്ഷെ ആ വ്യക്തി സൂയിസൈഡ് ചെയ്തിട്ടില്ല. ആ നോട്ട് പക്ഷെ ആ വ്യക്തിയുടെ റൂമിലുള്ള മറ്റുള്ളവർ കണ്ടു. ആ റൂമിലുള്ളവര് അത് വേറെ പലരോട് ചെന്ന് പറഞ്ഞു. ഈ വ്യക്തിക്ക് അറിയില്ല, മറ്റുള്ളവർക്കെല്ലാം ഈ കുട്ടിയെ പറ്റിയിട്ട് ഇതെല്ലാം അറിയാന്നുള്ളത്. അപ്പോ ആ എൻ്റെ അടുക്കൽ വന്ന് പറയുന്ന ആ വ്യക്തിക്ക് എന്നോടാണ് ആദ്യമായിട്ട് പറയണത്, ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ആ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് സൂയിസൈഡ് ടെൻഡൻസി ഉണ്ടായിട്ട് എനിക്ക് സൂയിസൈഡ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാനത് അങ്ങനെ എൻ്റെ ഒരു ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ പേഴ്സൺ എന്നോട് പറയുന്നത് ഐ ആം ദ ഫസ്റ്റ് പേഴ്സൺ ദാറ്റ് ഷീ ഈസ് കൺഫൈഡിങ് ടു. ബട്ട് പുറത്തുള്ള ലോകത്ത് ഈ കുട്ടി ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അറിയാം ആ ഒരു നോട്ട് വായിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു കേസ് ഹാൻഡിൽ ചെയ്യാൻ ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട്. ബിക്കോസ് ഷീ ഷുഡിൻ ബി നോയിങ് ദാറ്റ് മറ്റുള്ളവർക്ക് അറിയാം, അറ്റ് ദ സെയിം ടൈം ഷീ ഷുഡ് ബി കം ഔട്ട് ഓഫ് ഹെർ പ്രോബ്ലം. അപ്പൊ അത് നമ്മൾ വളരെ ഒരു ടാക്ടിക്സ് ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട ചില സിറ്റുവേഷൻസ് ഉണ്ടാവും. പിന്നെ പലപ്പോഴും സ്റ്റുഡൻസ് ഒക്കെ വന്നിട്ട് എന്നോട്, എസ്പെഷ്യലി സ്കൂൾ സ്റ്റുഡൻസ് ഒക്കെ വരുമ്പോൾ പറയുന്നത്, മാം പാരന്റ്സിനോട് പറയരുത്. പാരന്റ്സിനോട് പറയേണ്ട ആവശ്യമില്ല. ചില സമയത്ത് പാരന്റ്സ് കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. ഒരു സ്റ്റുഡന്റിന്റെ ഇഷ്യൂ നമ്മൾ സംസാരിച്ചു തുടങ്ങി ചിലപ്പോൾ പാരന്റ്സിന്റെ ഒരു ഇഷ്യൂ ആയിരിക്കും ചിലപ്പോൾ അവിടെ കറക്റ്റ് ചെയ്യേണ്ടത്. അപ്പം പാരന്റ്സിനോട് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞാൽ മതി. പക്ഷെ അവരുടെ ഏറ്റവും ഒരു കോൺഫിഡൻഷ്യൽ ആയിട്ട് പറയുന്ന കാര്യം ഒരിക്കലും നമ്മൾ പറയാതിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ജഡ്ജ്മെന്റൽ ആവാതിരിക്കുക. വരുന്ന വ്യക്തി എന്തും ആയിക്കോട്ടെ, നമ്മൾ പിന്നീട് ആ വ്യക്തി ഇനിയും കാണുമായിരിക്കാം, നമ്മുടെ റിലേറ്റീവ് ആയിരിക്കാം, ഫ്രണ്ട് ആയിരിക്കാം, പിന്നീട് നമ്മൾ ഒരിക്കലും ആ ഒരു വ്യക്തി ആ ഒരു കണ്ണുകൊണ്ട് കാണാതിരിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ അടുത്ത് ഹെൽപ്പ് വന്നിട്ടുള്ളത് ആ വ്യക്തിക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. സോ ആ ഒരു ജഡ്ജ്മെന്റൽ ആവാതിരിക്കുക. അപ്പോൾ നമ്മൾ അവരോട് ഇങ്ങനെ സംസാരിച്ചു തുടങ്ങി, നമ്മൾ എത്ര നോക്കിയിട്ടും അതൊന്നും മുന്നോട്ട് സംസാരിക്കില്ലേ. നമ്മൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ എന്ത് ചെയ്യും? നമുക്ക് ആ ഒരു സെഷൻ മുന്നോട്ട് പോകുന്നില്ല. കാരണം ആ ഒരു പേഴ്സൺ ഓപ്പൺ അപ്പ് ആയിട്ട് പറയുന്നില്ല. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു, പിന്നെ ഒന്നും പറയുന്നില്ല. പിന്നെ അപ്പം നമ്മൾ എന്ത് ചെയ്യും? വാട്ട് വി ഡു? എന്താ നിങ്ങൾക്ക് എന്താ തോന്നുക? എങ്ങനെ നമുക്ക് ആ ഒരു സെഷനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? എനിബഡി? Ma'am, give them more time or keeping കുറച്ച് ടൈം കൊടുക്കുക and keeping silence. You can give time, okay. പക്ഷെ എന്നിട്ടും nothing is happening. What do we do next? ഒരു കൗൺസിൽ സെഷൻ എന്ന് പറയുക 45 minutes to 1 hour ആണ്. അത് പ്രൊഫഷണൽ എത്തിക്സ് അനുസരിച്ച് 45 minutes to 1 hour ആണ്. അക്കോർഡിംഗ് ടു മീ ഞാൻ 4 to 5 hours വരെ ഇരുന്നിട്ടുള്ള സെഷൻസും ഉണ്ടായിട്ടുണ്ട്. അതിലെ റീസൺ എന്ന് പറയാൻ ചില സമയത്ത് നമ്മൾക്ക് ചില കേസസിൽ മേ ബി വി നീഡ് ടു give more time to that
പീപ്പിൾ ലൈക്ക് യുനോ, കാരണം ചിലപ്പോൾ അവർക്ക് അത്രയും ഒരു ഡിസ്ട്രസ്സിൽ വരുന്നവരായിരിക്കാം. ഇനി വേറെ ചില സിറ്റുവേഷൻസിൽ ആ വ്യക്തിനെ നമ്മളൊരു 45 minutes to 1 hour കഴിയുമ്പോൾ എന്റെ ടൈം തീർന്നു നിങ്ങൾ പൊയ്ക്കോ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആ ഒരു മേ ബി ദാറ്റ് പേഴ്സൺ ഇസ് നോട്ട് കംഫർട്ടബിൾ ഓർ ഹി ഈസ് നോട്ട് സ്റ്റിൽ കം ഔട്ട് ഓഫ് ദാറ്റ് ഒരു ഇമോഷണൽ കോൺഫ്ലിക്റ്റ് എന്ന് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മേ ബി വി നീഡ് ടു ടേക്ക് എ ലിറ്റിൽ മോർ ടൈം. അപ്പോ നമുക്ക് 45 minutes എത്തിക്കുകയും വേണം, ഈ വ്യക്തി ഒന്നും പറയണില്ല, നമ്മൾ പിന്നെ എന്ത് ചെയ്യും? So what we can do is start talking about something else, like you know, maybe there are people who can share their own experience. അപ്പം എനിക്ക് ചില സമയത്ത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റും, സോ ദാറ്റ് ആ ഒരു ക്ലയന്റിന് ഫീൽ ചെയ്യാൻ പറ്റും, ഓക്കെ ദിസ് പേഴ്സൺ ഓൾസോ ഹാവ് ഗോൺ ത്രൂ സംതിങ് സിമിലർ ടു വാട്ട് ഹാസ് ഹാപ്പൻ ടു മീ. അതൊരു വേ ആണ്, പക്ഷെ നോട്ട് നെസസറി. അത് നിങ്ങളുടെ ഒരു ഇൻഡിവിജ്വൽ വേ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒത്തിരി പേഴ്സണൽ ആയിട്ട് കാര്യങ്ങൾ ചിലപ്പോൾ സംസാരിക്കാൻ പറ്റണമെന്നില്ല, പക്ഷെ യു ക്യാൻ ടെൽ സംതിങ് ലൈക്ക് ദ നോ, ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ യു. ഇല്ല നമുക്ക് വീട്ടിലെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാം. ഇപ്പോൾ സിബ്ലിങ്സ് എന്താ ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റഡീസ് എവിടെയാ ചെയ്ത്, അല്ലെങ്കിൽ കോളേജിൽ അല്ലെങ്കിൽ സ്കൂളിൽ നടന്ന നല്ലൊരു സംഭവത്തെ പറ്റി ആ വരുന്ന പേഴ്സൺ ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താ നമ്മൾ അറിഞ്ഞു വെക്കുക. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം എപ്പോഴെങ്കിലും അവരുടെ ലൈഫിൽ എപ്പോഴും അവർ സ്റ്റക്കാണ്, സംസാരിക്കാൻ ആഗ്രഹിക്കില്ല എന്ന് വരുമ്പോൾ നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്ന കാര്യം അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളെ പറ്റി സംസാരിക്കുക. സോ ദാറ്റ് ദേ ഫീൽ വെരി ഹാപ്പി ടു ടോക്ക് അബൌട്ട് വാട്ട് ദേ ആർ ഗുഡ് അറ്റ്. അപ്പൊ അങ്ങനെ കുറച്ച് സംസാരിച്ച് സി, പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് ചിലപ്പോൾ ഒരൊറ്റ സെഷനിൽ ചിലപ്പോൾ നമുക്ക് അവരെല്ലാം സംസാരിക്കണം എന്നില്ല. ചിലപ്പോൾ 1 or 2 ലൈക് സെഷൻസ് എടുക്കും. ചിലപ്പോൾ ഇവർക്ക് എന്താണ് ഇഷ്യൂസ് എന്നുള്ളത്, അതുപോലെ തന്നെ എന്ത് തെറാപ്പി കൊടുക്കണമെന്ന് നമുക്ക് ഫസ്റ്റ് സമയം തന്നെ നമുക്ക് അസസ് ചെയ്യാൻ പറ്റണമെന്നില്ല. ചിലപ്പോ നമ്മൾ ഓർക്കും ഫസ്റ്റ് പ്രാവശ്യം കേൾക്കുമ്പോൾ ഇത് CBT ആയിരിക്കും കേട്ടോ, പക്ഷെ ചിലപ്പോൾ നമുക്ക് തോന്നും CBT അല്ല, ചിലപ്പോൾ ബിഹേവിയർ ആയിരിക്കും, ചിലപ്പോൾ റിലാക്സ്. സോ മേ ബി ഒരു മിക്സ് ഓഫ് തെറാപ്പീസും ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ഓരോ സെഷൻസ് എങ്ങനെയാ വരിക. പിന്നെ ഓരോ സെഷൻസിൽ വരുമ്പോഴും നമ്മൾ ഇവർക്ക് ഗോൾസ് കൊടുക്കാനും അസൈൻമെന്റ്സ് കൊടുക്കാനും എല്ലാം നമ്മൾ ട്രൈ ചെയ്യണം. അതായത് ഓരോ പ്രാവശ്യം ഈ ഒരു വ്യക്തി പോകുമ്പോൾ ദേ ഷുഡ് ഹാവ് സംതിങ് ടു ടേക്ക് വിത്ത് ദം, ലൈക്ക് യുനോ എന്തെങ്കിലും ഒരു ഗോൾ സെറ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഹോംവർക്ക് ആയിട്ട് കൊടുക്കുക. സോ ദാറ്റ് അവർക്ക് ഒരു 1 week 2 weeks അവർക്ക് എന്താ ചെയ്യാൻ പറ്റുക, ലൈക്ക് അവർക്ക് അവരുടെ ആ ഒരു ഇഷ്യൂനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുള്ളതിന്റെ ഒരു അപ്ഡേറ്റ് അവർക്ക് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. ഇനി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ ചോദിച്ചോ? മാം, നമ്മള് സെക്കൻഡ് സെഷന് വേണ്ടി എത്ര ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് രണ്ടാമത്തെ സെഷൻ ചെയ്യേണ്ടത്? ഒരു ടൈം? സോറി, അത് നമ്മുടെ ആ ഒരു പ്രോബ്ലത്തിന്റെ, സോറി ഒരു മിനിറ്റ്, ആ ഒരു പ്രോബ്ലത്തിന്റെ സിവിറിറ്റി അനുസരിച്ചിരിക്കും. ചില സമയത്ത് നമ്മൾ അന്ന് കണ്ട ക്ലയന്റിനെ ചിലപ്പോൾ നെക്സ്റ്റ് ഡേ കാണേണ്ടി വരും. എസ്പെഷ്യലി പോസ്റ്റ് PTSD ഉള്ളവരൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഭയങ്കര ഗ്രീവ് സിറ്റുവേഷനിൽ പോണവർക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡേ തന്നെ കാണേണ്ടി വരും. ചിലപ്പോൾ റെഗുലറിലായിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ആയിരിക്കും ചിലപ്പോൾ ഒരു 2-3 days, ഒരു 2-3 days, 1 week. അതിനിടയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കീപ് ഇൻ ടച്ച് വിത്ത് ദാറ്റ് പേഴ്സൺ. വല്ലപ്പോഴൊക്കെ നമുക്കൊന്ന് മെസ്സേജ് ചെയ്തിട്ട് അറിയോ ഓക്കെ. അതായത് ചിലപ്പം ഈ വന്ന് പോയി കഴിയുമ്പോൾ ഇവർ ഭയങ്കര മോട്ടിവേറ്റഡ് ആയിരിക്കും, എല്ലാം ചേഞ്ച് ചെയ്യാം, ഞാൻ എല്ലാം കറക്റ്റ് ചെയ്യും, എല്ലാ വർക്കും ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് പോകുമെങ്കിലും 2 ദിവസം ആ സാധനം നിൽക്കും. 3ാമത്തെ ദിവസം they are going back to the same situation. ഇത്രയും ഇയേഴ്സ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷന്റെ ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് അവർ നമ്മുടെ അടുത്ത് വരിക. അപ്പൊ നമ്മുടെ ഒരു 1 മണിക്കൂറിന്റെ സെഷൻ കൊണ്ടൊന്നും അവരൊന്ന് നന്നാവുന്നത് നമ്മൾ വിശ്വസിക്കുക നടക്കാൻ പോളില്ല. ഓക്കെ, അപ്പം ഒരു 2 days നമ്മൾ പറഞ്ഞ കുറെ കാര്യങ്ങൾ മനസ്സിലുണ്ടാവും. നമ്മൾ പറയുന്ന ആക്ടിവിറ്റീസ് ചെയ്യുന്നു, ജേർണൽ എഴുതി വെക്കുന്നു, എല്ലാം ചെയ്യും. പക്ഷെ 3rd day അവരുടെ വീട്ടിലൊരു സിറ്റുവേഷൻ ഉണ്ടായി, നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിട്ട് മേ ബി ദേ വിൽ ലൈക്ക് യുനോ ഭയങ്കര ബാഡ് ആയിട്ട് ബിഹേവ് ചെയ്തു. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം. സോ അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും ഒരു ചേഞ്ച് CBTയിൽ എപ്പോഴും ലോങ് പ്രോസസ്സാണ്. 4 to 6 weeks എടുക്കും, ചിലർക്ക് 24 sittings വേണ്ടി വരും. പക്ഷെ അത്രയൊന്നും ക്ലയൻസ് വരില്ല. വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ്
once they know that they can handle the situation, പിന്നെ അവർക്ക് ഫോളോ അപ്പിന് വരാൻ മടിയാണ്. പലപ്പോഴും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം, ഒരു നമ്മളുടെ ഒരു ഹാബിറ്റ്, ഇപ്പൊ നിങ്ങളെ പറ്റി ചിന്തിച്ചു, നമ്മുടെ ഒരു ഹാബിറ്റ് ചിലപ്പോൾ ലേറ്റ് ആയിട്ട് എണീക്കുന്ന ഒരു ഹാബിറ്റ്, അല്ലെങ്കിൽ ടൈം മാനേജ്മെന്റ്, അല്ലെങ്കിൽ മൊബൈൽ അഡിക്ഷൻ, അല്ലെങ്കിൽ ആങ്കർ, എന്തെങ്കിലും ഒരു ഹാബിറ്റ് നമ്മൾ ചിന്തിക്കുക. ആ ഹാബിറ്റിനെ നമ്മൾ മാറ്റണം എന്ന് കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ പറ്റില്ല. അത്രയും ലോങ് ആയിട്ടുള്ള ഒരു ഹാബിറ്റ് മാറ്റാൻ പറ്റാത്ത നമ്മൾ എങ്ങനെ 2 days കൊണ്ട് ഒരു സെഷന് പോയിട്ട് മാറ്റാൻ പറ്റും? സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അതൊന്ന് റീകൺസ്ട്രക്ട്, ഒരു നമ്മുടെ ഒരു ഹാബിറ്റിനെ അൺലേൺ ചെയ്ത് അവിടെ വേറൊരു ഹാബിറ്റ് അല്ലെങ്കിൽ വേറൊരു തോട്ട് പ്രോസസ്സ് അവിടെ റീലേൺ ചെയ്ത് വരാൻ ദാറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം, ദാറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് തോട്ട്, അല്ലെങ്കിൽ ദാറ്റ് ടേക്സ് എ ലോട്ട് ഓഫ്, നമ്മൾക്ക് ആ ഒരു തോട്ട് പ്രോസസ്സിനെ കറക്റ്റ് ചെയ്യുമ്പോഴേ നമുക്ക് ആ ഒരു ഹാബിറ്റിനെ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഫീലിങ്സിനെ ഇമോഷൻസിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചില സമയത്ത് നമുക്ക് നെക്സ്റ്റ് ഡേ തന്നെ കാണേണ്ട സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും, ചിലപ്പോൾ 3-4 days ആയിരിക്കും, ചിലപ്പോൾ 1 week ആയിരിക്കും, ചിലപ്പോൾ 2 weeks. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സിവിയറിറ്റി ഓഫ് ദ പ്രോബ്ലം. ഓക്കെ ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു സെഷൻ കഴിഞ്ഞു. അടുത്ത സെഷനിൽ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഫസ്റ്റ് അവരോട് ചോദിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു, അവർക്ക് ആ ഹോംവർക്ക് ഒക്കെ ചെയ്യാൻ പറ്റുമോ, നമ്മൾ കണ്ട ആ ഒരു എന്താ പറയാ, നമ്മൾ കൊടുത്ത ആ ഒരു ആക്ടിവിറ്റീസ് ഒക്കെ അവർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾക്ക് നോക്കാം. പിന്നെ നമുക്ക് മോസ്റ്റ്ലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എന്താ പറയാ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാല്, ഇപ്പൊ ആങ്കർ ഇഷ്യൂസ് ഉള്ളവർക്കൊക്കെയാണ് നമുക്ക് എപ്പോഴും ഈ ഇതുപോലത്തെ അസൈൻമെന്റ്സ് കൊടുക്കാം. ലൈക്ക് ഒരു 1 weekന് വേണ്ടി അവരോട് ജേർണൽ എഴുതാൻ പറയാം, ജേർണൽ ചെയ്യാൻ പറയാം. ഇന്നത്തെ ദിവസം നമുക്ക് എത്ര പ്രാവശ്യം നമ്മുടെ ആങ്കർ എക്സ്പ്രസ് ചെയ്യണം. ആങ്കർ ഇസ് നോട്ട് എ നെഗറ്റീവ് ഇമോഷൻ. ഈ ആങ്കർ ആണെങ്കിലും സാഡ്നെസ് ആണെങ്കിലും ഇറ്റ്സ് ഓൾ ഇമോഷൻസ്. നമ്മൾക്കെല്ലാം ഇമോഷൻസ് വേണം, അല്ലാണ്ട് ദേഷ്യപ്പെടരുത് എന്നുള്ളതല്ല നമ്മുടെ കോൺസെപ്റ്റ്. നമ്മുടെ ആങ്കറിനെ എങ്ങനെ മാനേജ് ചെയ്യണോ, ദാറ്റ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്. വേറെ ഏത് ഇമോഷൻസിനെ പോലെ ആങ്കർ ആണെങ്കിലും സാഡ്നെസ് ആണെങ്കിലും ഗ്രീഫ് ഒക്കെ ആണെങ്കിലും ഇറ്റ്സ് പാർട്ട് ഓഫ് അവർ ലൈഫ്. ബട്ട് ഹൗ ഡു വി മാനേജ് ഇറ്റ്, ദാറ്റ് ഇസ് വാട്ട് മേക്സ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഞാനൊരു കേസ് ഷെയർ ചെയ്യാം. ഓക്കെ, അത് നമ്മൾക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യണേ എന്ന് നമുക്കൊന്ന് നോക്കാം. കേസ് ഇതാണ്. ഇവിടെ എല്ലാരും ഉണ്ടല്ലോ അല്ലെ? എനിക്ക് ആരും അനക്കം കേൾക്കില്ല. എന്തോ എല്ലാരും ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, തോട്ട്സ് ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടാവണം. ഞാനിപ്പോ കുറച്ച് ടെക്നിക്സ് പറഞ്ഞു, എങ്ങനെ അപ്രോച്ച് എന്ന് പറഞ്ഞു. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു കേസാണ്. ഓക്കെ, ആരോ കൈ ഉയർത്തിയിട്ടുണ്ടോ? ചോദ്യം ചോദിക്കാൻ ആരോ കൈ ഉയർത്തിയിട്ടുണ്ടല്ലോ. ഓക്കെ, ചോദിച്ചോളൂ. സെബിയ എന്ന് പറയുന്ന പേരാണ്ടേ? എനിക്ക് ക്വസ്റ്റ്യൻ ഒന്നും കാണുന്നില്ലല്ലോ. അഞ്ജല, ക്യാൻ യു റീഡ് ആൻഡ് പ്ലീസ് ലെറ്റ് മീ നോ എന്തായിരുന്നു ക്വസ്റ്റ്യൻ എന്ന്? ക്വസ്റ്റ്യൻ ആയിരുന്നില്ല, അത് ഹാൻഡ് റൈസ് ചെയ്തതായിരുന്നു. ഓ, ചിലപ്പം കേൾക്കണ്ടോ എന്നുള്ള എന്റെ ഒരു റിയാക്ഷൻ ആയിരുന്നു. ഓക്കെ, ഫൈൻ. ഓക്കെ, സോ കേസ് ഇതാണ്. ഞാൻ കേസ് റീഡ് ഔട്ട് ചെയ്യാം. ജസ്റ്റ് എ സെക്കൻഡ്. നിഷ എന്ന് പറയുന്ന വ്യക്തി, ഓക്കെ, ഷീസ് എൻ HR മാനേജർ. ആൾക്ക് 2 കുട്ടികളുണ്ട്, ഹസ്ബൻഡ് ഉണ്ട്. ഒരു ജോയിന്റ് ഫാമിലിയിലാണ് ജീവിക്കുക. അപ്പോ കുട്ടികള് 2 വയസ്സുള്ള ഒരു കുട്ടിയും 3 വയസ്സുള്ള ഒരു കുട്ടിയും. ഈ വ്യക്തി, ഈ ഒരു നിഷയ്ക്ക് ഒരു 3-4-5 months ആയിട്ട് ഇങ്ങനെ ഭയങ്കര ലോ മൂഡ് ഫീൽ ചെയ്യാണ്. അപ്പൊ ജോലിക്ക് പോവാനായിട്ട് ഒരു മോട്ടിവേഷൻ ഇല്ല. പിന്നെ എപ്പോഴും റീസൺസ് കണ്ടുപിടിക്കും ജോലിക്ക് പോവാതിരിക്കാനായിട്ട്. ജസ്റ്റ് എ സെക്കൻഡ്, എന്റെ
എന്റെ ലാപ്പ് ഒന്ന് ചാർജ് ചെയ്യാൻ വെച്ചോട്ടെ. അതിന് ചാർജ് ഒന്ന് പോയി. ജസ്റ്റ് സെക്കൻഡ്. ഓക്കെ. ഓക്കെ. അപ്പോ ആദ്യത്തെ കുറച്ച് നാളൊക്കെ എന്താ പറയാ, ഈ നിഷ ഓർത്തു ക്രിസ്മസ് ഹോളിഡേയ്സ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു എന്താ പറയാ, അതിന്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ജോബിനൊക്കെ പോകാനായിട്ട് മടിയെന്ന് വിചാരിച്ചു. പക്ഷെ പിന്നെ ആള് കുറച്ചും കൂടെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുക, ജോബിന് പോകാൻ പറ്റാണില്ല. പിന്നെ വീട്ടിലെപ്പോഴും ഇങ്ങനെ വഴക്കുണ്ടാക്കണ്. അതുപോലെ തന്നെ ഹസ്ബൻഡിനോടും ഫാദറിനോടും ഒക്കെ പറഞ്ഞ എന്താ നിങ്ങളൊന്നും ചെയ്യാത്ത. ആൾക്ക് ഒരു ദിവസം അങ്ങോട്ട് ഉറക്കം അങ്ങോട്ട് വല്ലാണ്ട് നഷ്ടപ്പെട്ടു. ആൾക്ക് എന്ത് ചെയ്ത് ഉറങ്ങാൻ പറ്റില്ല. പിന്നെ ആൾക്ക് വീട്ടിലുള്ള കാര്യങ്ങളൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യില്ല, കുട്ടികളുടെ കാര്യം ശ്രദ്ധിക്കില്ല. അതുപോലെ തന്നെ മുമ്പ് ഇഷ്ടപ്പെട്ട് ചെയ്തിരുന്ന പല കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. മുമ്പ് ആള് ഇങ്ങനെ നന്നായിട്ട് കുക്കിംഗ് ചെയ്യുമായിരുന്നു, കുട്ടികളോട് ടൈം സ്പെൻഡ് ചെയ്ത് അതൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വന്ന് പിന്നെ അപ്പം ഹസ്ബൻഡ് നോട്ട് ചെയ്തു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ രീതിയിൽ ബിഹേവ് ചെയ്യുന്നത്. അപ്പൊ ചില സമയത്ത് ആള് ഭയങ്കര ഹൈപ്പർ ആയിരിക്കും, ഒത്തിരി കാര്യങ്ങൾ ചെയ്യണു, അവിടെ പോകാം ഇവിടെ പോകാം, നമ്മൾക്ക് പുതിയ വീട് വെക്കണം, എന്താ പറയാ, കുട്ടികളെ ഇന്ന സ്കൂളിൽ വിടണം എന്ന് പറയുന്ന വ്യക്തി ഒരു 2-3 ദിവസം കഴിയുമ്പോൾ പിന്നെ ആള് ഭയങ്കര ലോ മൂഡാണ്. ആവശ്യമില്ലാണ്ട് ഹസ്ബൻഡിനോട് വഴക്കുണ്ടാക്കണു. ഫാദറിലോ വീട്ടിലെ കാര്യങ്ങള് ഒന്നും ഒത്തിരി ഇന്റർഫിയർ ചെയ്യണമെന്ന് പറയണു. പിന്നെ ലൈക്കിനോ അങ്ങനെ എല്ലാ കാര്യങ്ങളും കുറ്റം കണ്ടുപിടിക്കണം. അപ്പൊ ഈ ഒരു 2 രീതിയിലപ്പം അങ്ങനെ ഹസ്ബൻഡിന് തോന്നി ഇതൊരു കറക്റ്റ് ആയിട്ട് വേയിൽ പോലില്ല. കാരണം യൂഷ്വലി നിഷ കാണുന്നതിനേക്കാളും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ബിഹേവിയർ ഒക്കെ വരുന്നു. അങ്ങനെ ചിന്തിച്ചപ്പം ഹസ്ബൻഡ് ഒരു ദിവസം നിഷ ഒന്ന് ഒരു ഡോക്ടറിന്റെ അടുക്കൽ കൊണ്ടുപോകാമെന്ന് ചിന്തിച്ചു. അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ സൈക്കാട്രിസ്റ്റിനെ അവർ എന്താ പറഞ്ഞ റെഫർ ചെയ്തു. അപ്പോൾ സൈക്കാട്രിസ്റ്റ് കുറച്ചൊക്കെ ഇങ്ങനെ എന്താ പറയണ ഒരു അസസ്മെന്റ് ഒക്കെ നടത്തി. അതുപോലെ തന്നെ പിന്നെ സംഭവിച്ച ഒരു കാര്യം, നിഷ പുറത്തിറങ്ങൂല, സോഷ്യലോട് ആരോടൊന്നും ഇന്ററാക്ട് ചെയ്യില്ല, വെറുതെ മുറിയിൽ നിന്ന് സമയം കളയണം. വേറെ നിഷ എന്ന് പറയുന്ന വ്യക്തി യൂഷ്വലി ഒത്തിരി ഫ്രണ്ട്സിനോടും ഫാമിലിയോടൊക്കെ ഒത്തിരി ഇന്ററാക്ട് ചെയ്ത് എല്ലാത്തിനും നല്ലതായിട്ട് എൻജോയ് ചെയ്തിരുന്ന പേഴ്സൺ ആണ്. ചില സമയത്ത് മുറിക്കകത്ത് എങ്ങനെ ഇരിക്കും, എവിടെയും പോവില്ല. അത് കഴിഞ്ഞപ്പോ പിന്നെ ഒരു ഫെബ്രുവരി ഒക്കെ ആയപ്പോ എന്ത് പറ്റി, ആൾക്ക് ജോബിന് പോകാൻ പറ്റില്ല, ആള് റൂമിൽ നിന്ന് പുറത്തിറങ്ങില്ല, കുട്ടികളുടെ ഒരു കാര്യം ശ്രദ്ധിക്കില്ല. ആൾക്ക് തന്നെ ഫീൽ തുടങ്ങി ഞാൻ യൂസ്ലെസ് പേഴ്സൺ ആണ്. അപ്പൊ HR ജോബ് നിങ്ങൾക്കറിയാം തീർച്ചയായും വളരെ കോമ്പറ്റീവ് ആയിട്ടുള്ള ജോബാണ്. ഒത്തിരി ഒത്തിരി ലൈക്ക് ഞാൻ പറഞ്ഞ എഫേർട്ട് എടുത്ത് ചെയ്യേണ്ട ജോബാണ്. ആൾക്ക് അവിടെയും ഒന്നും ആകാൻ പറ്റില്ല എന്നൊരു ഫീൽ വന്ന് അങ്ങനെ വന്നപ്പോഴാണ് പിന്നെ ആൾ എന്ത് ചെയ്യുന്നത്, ചില സമയത്ത് ഭയങ്കര സങ്കടം വന്ന് കരയും. അപ്പൊ എന്ത് ചെയ്യും, ഹസ്ബൻഡൊക്കെ ഇങ്ങനെ എന്താ പറയാ, ആ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കാനാണ് ആള് ഹസ്ബൻഡ് എന്താ പറയാ ഇരിക്കുക, പിച്ച മത എന്ന് വെച്ചാൽ ആ ഒരു ദേഷ്യം കൂടുതൽ കൊണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആൾക്ക് തോന്നാണ് ഭയങ്കര ഹോപ്പ്ലെസ് ആയി, എനിക്ക് ഫ്യൂച്ചർ ഒന്നുമില്ല, എന്നെ ഒന്നിനും കൊള്ളില്ല. അങ്ങനെ പല രീതിയിൽ ആ ഒരു മൂഡ്സ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെന്നപ്പോഴാണ് ഡോക്ടർ സൈക്കാട്രിസ്റ്റ് ഒരു ആന്റി ഡിപ്രസന്റ് മെഡിക്കേഷൻ കൊടുക്കും, ഒരു 3 വീക്സ് അത് കഴിക്കാൻ പറയും. അങ്ങനെ അത് പറഞ്ഞിട്ട് ലൈക്ക് നിഷയെ വീട്ടിൽ വിടുകയാണ്. അപ്പൊ ഞാൻ നിഷയെ കാണുന്നത് മാർച്ചിലാണ്. നിഷ ഈ ആന്റി ഡിപ്രസന്റ് ഒക്കെ കഴിച്ചു. ഒരു 3 വീക്സ് കഴിച്ചിട്ട് നിഷയ്ക്ക് വലിയ ചേഞ്ചസ് ഒന്നും ഇല്ല. ആൾക്ക് ഷീ സ്റ്റിൽ നോട്ട് ഫീലിംഗ് കംഫർട്ടബിൾ. അങ്ങനെയാണ് നിഷ മാർച്ചിൽ ഒരു അസസ്മെന്റ് വരിക. അപ്പൊ നിഷ ഇങ്ങനെ നിഷയുടെ പ്രോബ്ലംസ് ഒക്കെ എന്നോട് പറയാണ്, ഈ ലാസ്റ്റ് 3 മന്ത്സിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു ക്വാളിറ്റി ടൈം ഫാമിലിയുടെ അടുത്തും ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ലൈക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഷീ ഈസ് നോട്ട് ഏബിൾ ടു ബി വാട്ട് ഷീ വാസ്. നിഷയ്ക്ക് തന്നെ തോന്നി ഞാൻ എന്താണോ ആ ഒരു പേഴ്സൺ എനിക്ക് ആവാൻ പറ്റില്ല എന്നൊരു ഫീല് നിഷയ്ക്ക് വല്ലാണ്ട് വന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ സംസാരിച്ച് കുറച്ച് ഞാനൊരു ക്വസ്റ്റ്യൻ ഒക്കെ കൊടുത്ത് അസസ് ചെയ്ത് ആ ഒരു സിവിറിറ്റി, ഡിപ്രഷന്റെ ആ ഒരു സിവിറിറ്റി ഒക്കെ നമുക്ക് അറിയാനായിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സെഷൻസ് പ്ലാൻ ചെയ്യണം. അപ്പം നിഷയോട് ഞാൻ പറഞ്ഞ കാര്യം, ചില സമയത്ത് ചിലപ്പോൾ നമുക്ക് മെഡിക്കൽ പ്രൊഫഷണൽസിന്റെ ലൈക്ക് ഹെൽപ്പ് എടുക്കേണ്ടി വരും.
നമുക്ക് ചിലപ്പം CBT ആയിരിക്കും ചിലപ്പോൾ ഇതിനു വേണ്ടി ഏറ്റവും നല്ലൊരു തെറാപ്പി, ചിലപ്പോൾ ഇത്ര സെഷൻസ് വേണ്ടി വരും. അപ്പൊ ഇതൊക്കെ നമുക്ക് അവരുടെ ഒരു പെർമിഷൻ കൂടെ എടുക്കണം. എസ്പെഷ്യലി നമ്മൾ വേറെ ഹെൽത്ത് പ്രൊഫഷണൽസിനെ, ചിലപ്പോൾ നിഷയുടെ ഹസ്ബൻഡിനെ ആയിരിക്കും എനിക്ക് മീറ്റ് ചെയ്യേണ്ടി വരിക, ചിലപ്പം നിഷയുടെ ഇല്ലോസിനെ ആയിരിക്കും, ചിലപ്പോൾ നിഷയുടെ ഫ്രണ്ട്സ് ആയിരിക്കും. അപ്പൊ അവരെയൊക്കെ മീറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോഴും നമ്മൾ ഇന്ന കാര്യങ്ങളൊക്കെ മുമ്പിലോട്ടുണ്ട്, ഇത്ര സെഷൻസ് വേണ്ടി വരും എന്നുള്ള, അല്ലെങ്കിൽ ഇത്ര ഫീസ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചിട്ടാണ് നമ്മൾ സാധാരണ ആ ഒരു സെഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം ഇതാണ് കേസ്. അപ്പം നിങ്ങൾക്ക് എന്താണ് ഈ ഒരു കേസിൽ നിന്ന് മനസ്സിലാവുക? നിങ്ങൾ എങ്ങനെയായിരിക്കും ഈ ഒരു കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പോവുക? ഇവിടെ ആരുമില്ലേ? മാഡം, മേ ബി ആ കുട്ടിയുടെ ഓഫീസിലത്തെ സിറ്റുവേഷൻസ് എന്തുകൊണ്ടാണ് ആ ഒരു ഫസ്റ്റ് ഓഫീസിൽ പോവാനായിട്ടുള്ള ബുദ്ധിമുട്ട് എന്തുകൊണ്ടാണ് ഉണ്ടായിരുന്നത് എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ മേ ബി ചോദിക്കുകയായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ മൂഡ് സ്വിങ്സിന്റെ കാര്യം മാഡം പറഞ്ഞല്ലോ, ലൈക്ക് ഹൈസ് ആൻഡ് ലോസ് പറഞ്ഞല്ലോ, അത് ഇപ്പൊ ഈ ഒരു ഓഫീസിൽ ഉണ്ടായ ഒരു ഇൻസിഡന്റ്, ഐ മീൻ ലൈക്ക് ആ ഒരു ഇപ്പൊ റീസെന്റ് ആയിട്ട് ഉണ്ടായിട്ടുള്ള ഒരു ഇഷ്യൂ ആണോ അതോ പണ്ട് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരുമായിരിക്കും. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ആദ്യമേ നമ്മൾ ഒരു ഫസ്റ്റ് സെഷൻ നമുക്ക് ചെയ്യാൻ പറ്റിയ, ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ആദ്യമേ MSc ഒക്കെ നമ്മൾ അവരെടുക്കുന്ന ഇനീഷ്യൽ ആയിട്ടുള്ള കുറെ ഇൻഫോർമേഷൻസ് ഒക്കെ എടുക്കുക. ഫസ്റ്റ് അസസ്മെന്റിൽ അല്ലെങ്കിൽ ഫസ്റ്റ് സെഷനിൽ നമുക്ക് അത്രയും അധികം സംസാരിക്കാൻ പറ്റണമെന്നില്ല, ബിക്കോസ് നമ്മുടെ ടൈം ലിമിറ്റും ഉണ്ട്. മേ ബി ദാറ്റ് പേഴ്സൺ ഇസ് നോട്ട് വെരി കംഫർട്ടബിൾ നമ്മളോട് ഒത്തിരി ആയിട്ടുള്ള ഇന്നർ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനായിട്ട്. അപ്പൊ നമുക്ക് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാം. ആൻഡ് ആ പേഴ്സൺ ബിൽഡിംഗ് ആണെങ്കിൽ വി ക്യാൻ സ്റ്റാർട്ട് ആസ്കിങ് ക്വസ്റ്റ്യൻസ് ലൈക്ക് യു നോ, ഫസ്റ്റ് വരെ നമുക്ക് ആ ഒരു വ്യക്തിയുടെ ഡിഫിക്കൽട്ടീസ് നമ്മൾ മനസ്സിലാക്കി എന്നുള്ളതാണ്. ദാറ്റ് പേഴ്സൺ ഷുഡ് ഫീൽ ദാറ്റ് വി അണ്ടർസ്റ്റാൻഡ് ദ ഡിഫിക്കൽട്ടീസ് ദാറ്റ് പേഴ്സൺ ഇസ് ഗോയിങ് ത്രൂ. ഇപ്പൊ നമ്മളിപ്പം ഒരു കേസ് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾക്ക് നോക്കുമോ മൂഡ് സ്വിങ്സ് എല്ലാം ഉള്ളൂ, ഇത്രയധികം ഉണ്ടോ, നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ പോരെ എന്ന് നമ്മൾക്ക് ചിന്തിക്കുമ്പോഴേക്കും നമ്മൾ മനസ്സിലാക്കുന്നത് ഫോർ ദാറ്റ് പേഴ്സൺ ആ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര ഒരു ഓവർവെൽമിംഗ് ആണ്. ആ പേഴ്സൺ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും തീർച്ചയായിട്ടും നമ്മുടെ അടുത്ത് സൈക്കോളജിക്കൽ ഹെൽപ്പിന് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ആ ഒരു സൈക്കോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ്, ആ ഒരു എംപത്തി, ആ ഒരു പേഴ്സൺ എക്സ്പീരിയൻസ് ചെയ്യുന്നതിൽ നമുക്ക് ആ ഒരു എംപത്തി വെച്ചിട്ട് നമുക്ക് അവരോട് സംസാരിക്കുക എന്നുള്ളതാണ്. പിന്നെ അപ്പൊ നമ്മൾക്ക് സംസാരിക്കുമ്പോൾ എങ്ങനെ സംസാരിക്കണം, നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ പ്രീ ഡിസ്പോസിങ് ഫാക്ടേഴ്സ്. അതായത് ഫാമിലി ഹിസ്റ്ററിയിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, ഇതുപോലത്തെ ആംഗർ ഇഷ്യൂസ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എന്താ പറയാ, ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആള് ആ ഒരു ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റാണ്ട് ഒരു ആള് ഹസ്ബൻഡിനെ ആണെങ്കിൽ പോലും ഉപദ്രവിക്കുന്ന ഒരു നേച്ചറൊക്കെ ഇടയ്ക്ക് ഉണ്ടായി. അപ്പൊ അതൊക്കെ ഒരു ഫാമിലി ഹിസ്റ്ററിയിൽ വേറെ എന്തെങ്കിലും സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നോ എന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അതുപോലെ ഇപ്പോഴുള്ള കറണ്ട് സ്ട്രെസ്സസ് എന്താണ്, ഇപ്പൊ എന്താണ് അവർക്ക് കൂടുതൽ സ്ട്രെസ് കൊടുക്കുന്നത്, അതായത് ഇപ്പോഴുള്ള സിറ്റുവേഷനെ കൂടുതൽ ഇൻക്രീസ് ചെയ്ത, അല്ലെങ്കിൽ ആ ഒരു ഡിപ്രഷനെ കൂടുതൽ ഇൻക്രീസ് ചെയ്ത ഒരു സിറ്റുവേഷൻ എന്തായിരുന്നു. അത് പറഞ്ഞ പോലെ ഇപ്പം ആരോ പറഞ്ഞ പോലെ വർക്ക് ലോഡ് കൂടിയിട്ടാണോ, അല്ലെങ്കിൽ ഹസ്ബൻഡായിട്ട് റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് ഉണ്ടോ, ഇതൊക്കെ നമ്മൾക്ക് ചോദിച്ച് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. അതിന്റെ ഒപ്പം തന്നെ ചിലപ്പോൾ ഈ വ്യക്തിക്ക് ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അതൊക്കെ ഈ ഒരു കോപ്പിംഗ് സ്കിൽസ് ഒക്കെ ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ടായിരിക്കും ഈ പറഞ്ഞ പോലെ ചിലപ്പം ആള് രാത്രിയിൽ ഉറങ്ങാണ്ടൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു, ലൈക്ക് ആൾക്ക് എന്ത് ചെയ്ത് ഉറങ്ങാൻ പറ്റില്ല. അപ്പം അതൊക്കെ ആ ഒരു കോപ്പിംഗ് സ്കിൽസ്, ഇത് ഈ ഒരു സിറ്റുവേഷനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നറിയാൻ പറ്റാത്തത് കൊണ്ടാണ് ആൾക്ക് ഉറക്കമൊക്കെ നഷ്ടപ്പെട്ടു പോയിരുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മൾക്ക് സംസാരിച്ച് പിന്നെ ഒരു ഇഷ്യൂ വെച്ചാൽ ജോയിന്റ് ഫാമിലി സിസ്റ്റം ആണ്. അപ്പൊ ചിലപ്പോൾ അവിടെ മദറിലോ ഉണ്ട്, ഫാദറിലോ ഉണ്ട്. അപ്പൊ എത്ര വന്നാലും നമ്മളുടെ പോലെ ആയിരിക്കണം എന്നില്ല ബാക്കിയുള്ള അവിടെയുള്ള വ്യക്തികളെല്ലാം. ഇതിനകത്ത് വേറൊരു കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഹസ്ബൻഡിന്റെ ഫാമിലിയിലുള്ള എത്ര ലൈക്കനോ ആ ഹസ്ബൻഡിന്റെ വീട്ടിൽ എത്ര മക്കളുണ്ട്, ഇപ്പൊ ലൈക്കനോ ഈ പറഞ്ഞ സിറ്റുവേഷനിൽ നിഷയുടെ വീട്ടില് നിഷ 2 ഗേൾസ് ആണ്, ആൻഡ് ഷീസ് ദ എൽഡസ്റ്റ് വൺ. ഹസ്ബൻഡിന്റെ വീട്ടില് ഹസ്ബൻഡിന് ഒരു സിസ്റ്റർ ഉണ്ട്, എൽഡർ സിസ്റ്റർ. അപ്പൊ ഇതെല്ലാം നമ്മളെ ആഡ്ലേഴ്സിന്റെ ആ ബർത്ത് ഇത് പഠിച്ചിട്ടേ നമുക്ക് മനസ്സിലാൻ പറ്റും. ഓരോ വ്യക്തിയുടെയും ബർത്ത് പൊസിഷൻസ് ഓൾസോ മാറ്റേഴ്സ് എ ലോട്ട്. അപ്പോ ഈ നിഷയുടെ വീട്ടില് നിഷ 2 ഗേൾസ് ആയിരുന്നു, എൽഡർ ഗേൾ ആയിരുന്നു.
അവിടെ വളരെ ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ഫാമിലിയിൽ ജീവിച്ചു വന്ന വ്യക്തിയാണ്. ഹസ്ബൻഡിന്റെ വീട്ടില് ഹസ്ബൻഡിന് ഒരു എൽഡർ സിസ്റ്റർ ഉണ്ട്. ഹസ്ബൻഡ് ഒരു യങ്ങർ സൺ ആയതുകൊണ്ടും ഫാമിലിനെ കുറച്ചും കൂടെ ലൈക്കണോ ഇങ്ങനെ ഒരു അത്രയും അസേർട്ടീവ് ആയിട്ടുള്ള പേഴ്സൺ ആയിരുന്നില്ല. അപ്പൊ ചില സിറ്റുവേഷൻസിൽ വരുമ്പോൾ പോലും ചില സംസാരിക്കേണ്ട, അപ്പൊ ഞാൻ ഒരു ജോയിന്റ് ഫാമിലിയാണ്, ചിലപ്പോൾ സംസാരിക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ പോലും സംസാരിക്കാൻ പറ്റാണ്ട് വരുമ്പോൾ നിശ്ചയിക്ക് ഉണ്ടാവുന്ന ചില സ്ട്രെസ്സേഴ്സ് ഉണ്ട് അവിടെ. അപ്പൊ ഇതെല്ലാം ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്തായിരുന്നു ട്രിഗറിങ് ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ ഈ കറന്റ് സ്ട്രെസ്സേഴ്സ് എന്താണെന്ന് നമ്മൾ സംസാരിച്ച് വരുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. അപ്പൊ ഇതെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യാം ഈ ഒരു ഇഷ്യൂവിനെ കുറച്ചും കൂടെ എന്താ പറയാ വേഴ്സ് ആക്കാനായിട്ട്. അതുപോലെ തന്നെ പിന്നെ ഞാൻ പറഞ്ഞു, സോ ദാറ്റ് ഈസ് ഫസ്റ്റ് തിങ്, നമ്മൾ ആ ഒരു സിറ്റുവേഷൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതാണ് മെയിൻ തിങ്. സെക്കൻഡ്ലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേറെ ഹെൽത്ത് പ്രൊഫഷണൽസ് ആയിട്ട് നമ്മളിത് സംസാരിക്കേണ്ടതുണ്ട്. ചിലപ്പം എല്ലാത്തിനും ഒന്നും സൈക്കാട്രിക് ട്രീറ്റ്മെന്റ് ഒന്നും വേണ്ടി വരില്ല. ചിലപ്പോൾ ഈ നിഷയുടെ പെർമിഷനോട് കൂടി തന്നെ ചിലപ്പോൾ നമുക്ക് അവരുടെ ഫാമിലിയുടെ ആരെങ്കിലും ചിലപ്പോൾ മീറ്റ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഓഫീസിൽ ആരെങ്കിലും ആയിട്ട് കറക്റ്റ് ചെയ്യേണ്ടി വരും. അതൊക്കെ നമ്മൾ ഈ ആളുടെ പെർമിഷനോട് ചെയ്യാവുന്ന കാര്യമാണ്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ പേഴ്സണ് ഇപ്പം ഈ ഒരു നിഷയ്ക്ക് ഗെയിനിങ് ഇൻസൈറ്റ് ഇൻടു ദ സൈൻസ് ആൻഡ് സിംറ്റംസ്, അതായത് ഇങ്ങനത്തെ ഡിപ്രസീവ് തോട്ട്സ് അല്ലെങ്കിൽ ഡിപ്രസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനത്തെ മൂഡ് സ്വിങ്സ് എന്തുകൊണ്ട് വരുന്നു, അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങൾ ട്രിഗർ ചെയ്യുന്നത് എന്നുള്ളൊരു ഇൻസൈറ്റ് കൊടുക്കണം. അതായത് നമ്മൾക്ക് ആ വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ആളുടെ ഒരു നെഗറ്റീവ് തോട്ട് പാറ്റേൺസ്, എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ എന്റെ ഓഫീസിൽ എനിക്ക് വർക്ക് ലോഡ് കൂടുതലാണ്, ഓഫീസിൽ എനിക്ക് മാത്രമേ ഇത്ര വർക്ക് തരുന്നുള്ളൂ, ഹസ്ബൻഡിനോട് സ്നേഹമില്ലാത്തതുകൊണ്ടാണ് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാത്തത്, ലൈക്ക് കുട്ടികൾക്ക് എൻ്റെ അടുത്ത് സ്നേഹം. അപ്പം അങ്ങനെ എല്ലാത്തിനും ആ ഒരു നെഗറ്റീവ് തോട്ട് പാറ്റേൺ വരുമ്പോൾ നമ്മൾക്ക് അതിനെ ബ്രേക്ക് ചെയ്ത് നമ്മൾക്ക് ആ വ്യക്തിക്ക് ഇൻസൈറ്റ് കൊടുക്കാൻ പറ്റണം. അല്ലെങ്കിൽ എന്ത് ട്രിഗറിങ് ഫാക്ടേഴ്സ് ആണ് ഇത് സ്ട്രെസ് കൊടുക്കുന്നത് എന്നുള്ളത് ആ വ്യക്തിയെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു ഇൻസൈറ്റ് ആ വ്യക്തിക്ക് കൊടുക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ നമുക്ക് അവരുടെ ഇൻഫോർമേഷൻസ് ഗ്യാദർ ചെയ്യാൻ പറ്റണം. അതായത് അവരുടെ സൈൻസ് എന്താണ്, സിംറ്റംസ് എന്താണ്, അത് ഓരോ പ്രാവശ്യവും അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഓരോ സിറ്റുവേഷൻ ഉണ്ടാകുന്ന, ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയുന്നത്, ഇപ്പൊ ഹസ്ബൻഡ് എന്തെങ്കിലും പറയാണ്, ഇപ്പൊ ഈ ഒരു നിഷ ചെന്ന് പറയാണ്, എനിക്ക് അടുക്കളയിലെ കാര്യം ചെയ്യാൻ പറ്റില്ല കേട്ടോ, ഭയങ്കര ബുദ്ധിമുട്ടാണ്, അപ്പന്റെ കാര്യം നോക്കണം, അമ്മയുടെ കാര്യം നോക്കണം, അമ്മയ്ക്ക് ആരോഗ്യം ഉണ്ടല്ലോ, അമ്മയ്ക്ക് വേണമെങ്കിൽ ചെയ്തൂടെ, ഞാനാണെങ്കിൽ ഓഫീസ് കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് 2 കുട്ടികളുടെ കാര്യം നോക്കണം എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഈ നിഷ സംസാരിക്കുമ്പോൾ ഹസ്ബൻഡ് ഭയങ്കര കൂളായിട്ട്, അന്ന് സാരില്ല, അതൊക്കെ നീ ഒന്ന് മാനേജ് ചെയ്താൽ മതി, അല്ലെങ്കിൽ അതൊക്കെ നിനക്ക് തോന്നലാണ്, അതൊക്കെ അമ്മ ആവശ്യം ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ആ ഒരു കമന്റ് ആയിരിക്കും ട്രിഗറിങ് ഫാക്ട്. അപ്പൊ എന്താ പറയുക, എപ്പോ നോക്കിയാലും നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ല, നിങ്ങൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഡെവലപ്സ്. അപ്പോൾ നമ്മൾ ആ ഒരു സൈൻസ് സിംറ്റംസ് എവിടെയാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കി ഈ ഒരു വ്യക്തിനെ ഇവരുടെ ഇൻസൈറ്റ്സ് കൊടുക്കാനുള്ള ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെയാണ് പിന്നെ ആ ഒരു എപ്പിസോഡ് അല്ലെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ പിന്നെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ആ ഒരു നെഗറ്റീവ് തോട്ട്സിനെ എങ്ങനെ ബ്രേക്ക് ചെയ്യണം, അതിനാണ് നമ്മൾ നേരത്തെ പോലെ കോഗ്നിറ്റീവ് റീകൺസ്ട്രക്ഷൻ. ആ ഒരു നെഗറ്റീവ് തോട്ട്സിനെ എങ്ങനെ ബ്രേക്ക് ചെയ്ത് നമുക്കൊരു പോസിറ്റീവ് തോട്ട് അവിടെ ബിൽഡ് ചെയ്യുക എന്നുള്ള ഇൻസൈറ്റ് കൊടുക്കാൻ പറ്റുക. പിന്നെ വരുന്നതാണ് നമുക്ക് ആക്ച്വലി 1 hour ആയിരുന്നു സെഷൻ മാം. ഒന്ന് 9:08 ആയി. സോ വാട്ട് ഡു വി ഡു? ഷുഡ് ഐ സ്റ്റോപ്പ് ഇറ്റ് നൗ? ഇല്ല, മാമിന് പറയാനുള്ളത് ഒന്ന് കൺക്ലൂഡ് ചെയ്താൽ മതിയായിരിക്കും, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് കവർ ചെയ്തിട്ട്. ഓക്കെ, ഫോർത്ത് എന്ന് പറയുന്നത് നമുക്ക് അവർക്ക് ഇങ്ങനത്തെ സിറ്റുവേഷൻസിനെ മാനേജ് ചെയ്യാനുള്ള സ്കിൽസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് എങ്ങനെ ഈ നെഗറ്റീവ് തോട്ട്സിനെ അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന ഇമോഷൻസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ മൂഡ് മോണിറ്റർ ചെയ്യാനുള്ള ചില സ്കിൽസ് ഉണ്ടാക്കി കൊടുക്കാം, അല്ലെങ്കിൽ ബിഹേവിയർ ആക്ടിവേഷൻസ് കൊടുക്കാം, അല്ലെങ്കിൽ ഡീആക്ടിവേഷൻ സ്ട്രാറ്റജീസ് കൊടുക്കാം, അങ്ങനെ പല പല കോഗ്നിറ്റീവ് ടെക്നിക്സ് കൊടുക്കാം. അങ്ങനെ പല സ്കിൽസ് കൊടുത്തിട്ട് അതിനെ നമ്മളൊന്ന് മാനേജ് ചെയ്യാനുള്ള സ്കിൽസ് കൊടുക്കാം. പിന്നെ ഉള്ളത് റിലാപ്സ് ഉണ്ടാവാതിരിക്കാനും അതിനെങ്ങനെ പ്രിവെന്റ് ചെയ്യണം എന്നുള്ള ഒരു ടെക്നിക്സുകൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഇതൊക്കെയാണ് സാധാരണ, ഇങ്ങനെയാണ് നമ്മളൊരു സെഷൻ നമ്മൾ ചെയ്യുക.
ഇത് ലാസ്റ്റ് വന്നപ്പോ കുറച്ച് ഭയങ്കര ഫാസ്റ്റ് ആയിപ്പോയി. എനിക്ക് ഇത്ര ഫാസ്റ്റ് ആയിട്ട് എടുക്കാൻ അറിയാൻ പാടില്ല, സോറി. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. ഞാൻ ഇടയ്ക്ക് കണ്ട് കൈയൊക്കെ കടിച്ചിരുന്നു. ഞാൻ എന്റെ ഇടയ്ക്ക് ഈ വീഡിയോ ഓൺ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. ഇനിയിപ്പം ഈ ടോപ്പിക്ക് വളരെ കൃത്യമായിട്ട് തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ ഇത് ഒരു സെഷൻ കൊണ്ട് തീരത്തില്ല. അതാണ് എനിക്ക് ഇത്ര പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ അറിയാൻ പാടില്ല. ഞാനൊരു ഹാഫ് എത്തിയിട്ടുണ്ടാവും, ഇനി ഒരു ഹാഫും കൂടെ ബാക്കിയുണ്ട്. പക്ഷെ ഐ തിങ്ക് നിങ്ങൾക്ക് കുറച്ചൊരു ഐഡിയ എനിക്ക് ഐ ജസ്റ്റ് വാണ്ട് ടു നോ എങ്ങനെ ലൈക്ക് എനിബഡി നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ വേഗം ഒന്ന് ആൻസർ ചെയ്ത് തരാം. ബിക്കോസ് പറഞ്ഞ പോലെ ഓൾറെഡി 9:10. ഐ എം വെരി സോറി. സിനിമ വളരെ കൃത്യമായിട്ട് നമുക്കിപ്പോ ഒരു എക്സ്പീരിയൻസ് ഓൾവേസ് മാറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. ഇപ്പൊ മാമിന്റെ എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾക്ക് ഇതിലൂടെ കിട്ടിയത്. ഒരു എങ്ങനെ ഒരു സെഷനിൽ ബിഹേവ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ സോഷ്യൽ വർക്കേഴ്സിനും കൗൺസിലേഴ്സിനും ഏറ്റവും ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. അല്ല മാം പറഞ്ഞത് റാപ്പബിളിനെ കുറിച്ച് സംസാരിച്ചു, പിന്നെ ആൾക്കാരെ കംഫർട്ടബിൾ ആക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചു, പിന്നെ അവരുടെ ഹിസ്റ്ററി ചകഞ്ഞെടുക്കുന്ന കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചു. അപ്പോ മെയിനായിട്ട് നമുക്ക് ചോദിക്കാനുള്ളത് എങ്ങനെ നമുക്ക് ഇങ്ങനെ പ്രോബ് ചെയ്യാം, അതായത് ആൾക്കാരോട് എങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാം, നമ്മൾ ഉപദേശിക്കാതെ എങ്ങനെ കൗൺസിലിംഗ് നടത്താം. ഇവിടെ പറഞ്ഞ് മാം ഒന്ന് അവസാനിപ്പിച്ചാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഡോക്ടർ എങ്ങനെ ഒരു പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഒരു ടീച്ചർ എങ്ങനെ സ്റ്റുഡന്റിനെ പഠിപ്പിക്കണം എന്നുള്ളത് ഈ ടീച്ചർ വേറെ ടീച്ചറല്ലേ സാറിന്റെ പോലെയാണ് വേറെ ആൾക്കാരെ പഠിപ്പിക്കുക അല്ലല്ലോ. അപ്പൊ അതുപോലെ അതൊരു എല്ലാവരും യുണീക്ക് സ്റ്റൈലാണ്. പിന്നെ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം അവര് തരുന്ന ആൻസറിൽ നിന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക. ഓക്കെ, അവര് തരുന്ന ആൻസർ എന്താ? ചിലപ്പോ നമുക്ക് ഓപ്പണന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ടി വരും, ചിലപ്പോ നമുക്ക് ക്ലോസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടി വരും. അപ്പൊ ഒരു പേഴ്സൺ കംഫർട്ടബിൾ ആയി ഫീൽ ചെയ്യാത്തിടത്തോളം പ്രോബ് ചെയ്യരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി. ബിക്കോസ് നമ്മൾ ഒത്തിരി ആ ഒരു പേഴ്സണെ പ്രോബ് ചെയ്താൽ ചിലപ്പോൾ നമ്മളോടുള്ള ഒരു ട്രസ്റ്റ് ആ പേഴ്സണ് നഷ്ടപ്പെടാം. പിന്നെ ഒരു പേഴ്സണ് റാപ്പോ ബിൽഡ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ പ്രോബിങ്ങിലേക്ക് കടക്കാൻ പാടുള്ളൂ അല്ലേ? അതാണ് നമ്മുടെ റാപ്പോ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ. പക്ഷെ റാപ്പോ ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മൾ ഒത്തിരി ചില കാര്യങ്ങൾ ഭയങ്കര ഇൻക്വിസിറ്റീവ് ആയിട്ട് ഓക്കെ പിന്നെന്ത് സംഭവിച്ചു അതാണ് നിങ്ങളവിടെ പോയ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കേൾക്കുമ്പോൾ ദേ മേ നോട്ട് ബി കംഫർട്ടബിൾ ടു ഷെയർ. സോ ഒത്തിരി അപ്പൊ അതാ പറഞ്ഞ നമുക്ക് ചില ആൻസേഴ്സ് ചില ക്വസ്റ്റ്യൻസ് അവർ തരുന്ന ആൻസർ നമ്മൾ തുടങ്ങാം. അത് ലൈക്ക് ഡിപ്പെൻഡ്സ് അപ്പോൺ ഈച്ച് പേഴ്സൺ. നമ്മള് ഇപ്പോ ഇവിടെ ആരോ പറഞ്ഞ പോലെ എനിക്ക് ഇത്രയും ദേഷ്യം വന്നു, എനിക്ക് തോന്നി അങ്ങനെ ബിഹേവ് ചെയ്യണ്ട. അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്തായിരുന്നു ദേഷ്യം വന്ന എന്നിട്ട് അമ്മ എന്ത് പറഞ്ഞു, അല്ലെങ്കിൽ പിന്നെ അമ്മ ചെയ്തു. സോ ദാറ്റ് ഈസ് ലൈക്ക് യു ആർ പ്രോബിംഗ് ഇൻ ടു സംബഡീസ് സ്പേസ്. അതിനേക്കാൾ ഉപരി പിന്നെ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടായോ, അല്ലെങ്കിൽ പിന്നെ ഉണ്ടായ സിറ്റുവേഷൻസ് അവർ ഉപയോഗിക്കുന്ന ഓരോ ടെർമിനോളജി വളരെ ഇമ്പോർട്ടന്റ് അല്ലേ? അവർ ഉപയോഗിക്കുന്ന ടേംസ് അതിന്റെ അവരുടെ കൊണോട്ടേഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് അല്ലേ? വെരി ഇമ്പോർട്ടന്റ്. ഞാൻ അവർ ഉപയോഗിക്കുന്ന ഓരോ വാക്കുകൾ നമ്മള് എന്തോ ഇവിടെ നിന്ന് എനിക്കുള്ള വല്ല ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അല്ലല്ലോ അല്ലേ? ഓക്കെ, ഫീഡ്ബാക്ക് ഫോം ആണ്. ഞാൻ ഇടയ്ക്കിടയിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ഞാൻ പറഞ്ഞത് നമ്മള് ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യണോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. അത് ഒരു നെഗറ്റീവ് ഞാൻ പറഞ്ഞത് അവരുപയോഗിക്കുന്ന ഓരോ വാക്കുകളില്ലേ, നമ്മുടെ ക്ലയന്റ് കൗൺസിലിംഗ് നമ്മളോട് പറയുന്ന വാക്കുകൾ. ഇപ്പൊ ഒരു കാര്യം ഡിസ്ക്രൈബ് ചെയ്യാൻ അവർ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ ഉണ്ടാവും, ഒരു യുണീക് വേ ഓഫ് പ്രസന്റിങ്. അത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമല്ലേ? ഇതിന്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഇവര് വന്ന് നമ്മളോട് പറയുന്ന കാര്യങ്ങളെല്ലാം ട്രൂ ആണെന്ന് വിശ്വസിക്കരുത്. ഒരിക്കലും ഫസ്റ്റ് ഇവര് പറയുന്ന എപ്പോഴും അവരുടെ സൈഡിനെ കറക്റ്റ് ചെയ്തിട്ടേ പറയണ്ടാവുള്ളൂ. ഇറ്റ് മേ നോട്ട് ബി ട്രൂ. നമുക്ക് ബെനിഫിറ്റ് ഔട്ട് ഉണ്ടെന്ന് അവർക്ക് തോന്നുകയും ചെയ്യാൻ പാടില്ല അല്ലേ? അതുപോലെ തന്നെ ബോഡി ലാംഗ്വേജ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ആ വ്യക്തിയുടെ ബോഡി ലാംഗ്വേജ്, ആളിരിക്കുന്ന അപ്പിയറൻസ്, ആളുടെ കണ്ണ്, ആളുടെ ഐ ടു ഐ കോണ്ടാക്ട്, ഇതെല്ലാം ഇതും കൂടെ നമ്മുടെ വർക്ക് ചെയ്യണം. നമ്മൾ സംസാരിക്കുന്നതിന്റെ ഒപ്പം നമ്മുടെ ഇൻഡയറക്ട്ലി നമ്മുടെ ഈ ഒരു കാര്യം നമ്മൾ മൾട്ടി ടാസ്കിങ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ അതാണ്. അല്ല, ഈ മൈക്രോ എക്സ്പ്രഷൻസ് റീഡ് ചെയ്യാൻ സ്ത്രീകൾക്ക് പ്രത്യേക കഴിവുണ്ട്. ഞങ്ങൾ ആണുങ്ങൾക്ക് ഇത്തിരി പാടാണ്. അതില് യു നീഡ് ടു വാച്ച് ഔട്ട് ഫോർ ചില എക്സ്പ്രഷൻസ് ഒക്കെ അവരുടെ ഫേസിൽ വരുന്നത്, അല്ലെങ്കിൽ ചില മുഖഭാവങ്ങൾ മാറുന്നതൊക്കെ നമ്മുടെ ചില ക്വസ്റ്റ്യൻസ് കേൾക്കുമ്പോൾ ആ ചേഞ്ചസ് ഒക്കെ നമുക്ക് ഒബ്സർവേഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ അതായത് നമ്മള്
സംസാരത്തിന്റെ ഉള്ളില് വാച്ച് ചെയ്യേണ്ട വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങളുടെ ഇപ്പൊ പ്രാവശ്യം എനിവേ ടൂ ലേറ്റ് ആണ്, അല്ലെങ്കിൽ നെക്സ്റ്റ് ടൈം ആരെങ്കിലും ഇങ്ങനെ വീഡിയോ ഓൺ ചെയ്ത് ഞാൻ രണ്ടുപേരും ഇരുത്തിയിട്ട്, പക്ഷെ എന്നാലും നമ്മൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന പോലെ നമുക്ക് ആ ആളുടെ ബോഡി ലാംഗ്വേജ് വാച്ച് ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പോ ഒരു കൗൺസിലിംഗ് സെഷൻ നടത്തുവാണെങ്കിൽ നിങ്ങളെ 2-3 പേരുടെ വീഡിയോ ഞങ്ങൾക്കൊരു നമുക്ക് നമ്മുടെ കൂട്ടായ്മയിലേക്ക് നമ്മുടെ കൂട്ടായ്മയിൽ നമുക്കൊരു എന്താ ഓഫ്ലൈൻ സെഷൻ ആവശ്യമുണ്ട് സിനിമന്റെ. അതെ, ഞാൻ ഈ കൗൺസിലിംഗ് ഒക്കെ ഞാൻ ഈവൻ എന്നോട് ആരോ കൗൺസിലിംഗ് എടുക്കണമെന്ന് പ്രാക്ടിക്കലി കാണിക്കണം. ഇങ്ങനെ ക്യാമറ പറയുമ്പോൾ ഞാൻ കാണുന്ന വ്യക്തികൾ ആർ നോട്ട് ആക്ച്വൽ വ്യക്തികൾ. ഞാൻ നേരെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒബ്സർവേഷൻ എല്ലാം വിൽ ബി ടോട്ടലി ഡിഫറെന്റ്. ഓക്കെ, ഇത് നമ്മൾക്ക് അങ്ങനെ ചെയ്യാം എന്നല്ലാണ്ട് ഐ ഡോണ്ട് എത്ര അത് കറക്റ്റ് ആവും എനിക്കറിയില്ല. പക്ഷെ എന്നാൽ പോലും ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് ആസ്ക്, ബിക്കോസ് ഐ തിങ്ക് ടൈം ഭയങ്കര കൂടി പോയിട്ടുണ്ട്. ഒറ്റ കാര്യം ഒന്ന് പറയാനുള്ളൂ, നമുക്ക് ഇനിയും ഒരു സെഷൻ കൂടി വേണം. അതില് നമുക്ക് ചോദിക്കാൻ കുറെ കാര്യങ്ങളുണ്ട്. അതാണ് ഈസി കുറച്ചും കൂടെ. ലൈക്ക് യുനോ നിങ്ങൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് റെഡി ആയിട്ട് ഇറ്റ്സ് ഈസി ഫോർ മീ ടു ആൻസർ, ബിക്കോസ് നിങ്ങൾക്ക് എത്ര അറിയും എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ഇപ്പം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻസ് റെഡി ആക്കി വെച്ചാൽ വി ക്യാൻ ആൻസർ ഇറ്റ് ഫാസ്റ്റ്. ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിച്ചോളൂ, നമുക്ക് ആൻസർ പറയാം. ചോദിച്ചു. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ആണോ? സെബി ജോണിക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ആണോ അതോ? ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ കേസ്, നിഷയുടെ കേസില് നമ്മൾ പറഞ്ഞ ബർത്ത് പൊസിഷൻസ് അങ്ങനെയുള്ള, പിന്നെ വീട്ടിലെ സാഹചര്യങ്ങള്, ഇങ്ങനെയുള്ളതെല്ലാം ആക്ച്വലി പുള്ളിക്കാരി കല്യാണം കഴിച്ചപ്പോ തുടങ്ങി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരുന്നല്ലോ. അപ്പൊ അതൊരു ഫാക്ടർ ആയിരുന്നെങ്കിൽ അവർക്ക് ആ സമയത്ത് ഇതിലും കൂടുതൽ ഒരു ബുദ്ധിമുട്ട് വന്നേനെ. അതായത് ന്യൂലി മാരീഡ് ആയിട്ട് വരുമ്പോ തന്നെ അവർക്ക് ഈ ഒരു പ്രോബ്ലംസ് ഒക്കെ അവർക്ക് ചിലപ്പം കൂടുതലായിട്ട് ഉണ്ടാവായിരുന്നല്ലോ. അപ്പൊ അവർ ആ സമയത്തൊക്കെ വളരെ ആക്റ്റീവ് ആയിരുന്നു. അപ്പൊ ഇപ്പോഴാണ് റീസെന്റ് ആയിട്ടാണ് ഒരു 3 months ആയിട്ടാണ് ഇവർ ഇങ്ങനെയൊക്കെ വരുന്നതെന്നല്ലേ പറഞ്ഞത്? അതിന്റെ ഒരു റീസൺ ഞാൻ പറഞ്ഞുതരാം. ഈ കേസ് നമ്മൾ പ്രോബ് ചെയ്യുമ്പോൾ വി സ്റ്റിൽ ഹാവ് നോട്ട് ഫിനിഷ് പ്രോബിംഗ് ടു ദ കേസ്. ഇത് ഫസ്റ്റ് കേസിന്റെ ഒരു ജനറൽ മാത്രമാണ് ഈ നിഷ എന്നോട് വന്നപ്പോൾ സംസാരിച്ചിട്ടുള്ളൂ. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു ആൻസർ, ആസ്കിങ് ക്വസ്റ്റ്യൻസ്, സ്ട്രെസ്സേഴ്സ് എന്താന്ന് കണ്ടുപിടിക്കുക, അത് ഈ അങ്ങനത്തെ ഫാക്ടേഴ്സ്. അപ്പം നമ്മൾ സംസാരിച്ച് വരുമ്പോഴേ ചിലപ്പോൾ കൂള് കിട്ടും. കല്യാണം കഴിഞ്ഞു വന്നപ്പം നിഷ വാസ് ഓക്കെ, ബിക്കോസ് ഷീ വാണ്ടഡ് ടു ബി എ പെർഫെക്റ്റ്, ഒരു നല്ലൊരു മരുമകളും ഭാര്യയുമായിട്ട് ജീവിക്കാൻ നിഷ ആഗ്രഹിച്ച്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് വേറെ ചുറ്റുമുള്ളതൊന്നും സ്ട്രെസ്സേഴ്സ് ആയിരുന്നില്ല. പിന്നെ ഷീ ഹാഡ് എ ഫസ്റ്റ് കിഡ്. ആ ഒരു കിഡിനെ റേസ് ചെയ്യണ തിരക്കിലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെ സെക്കൻഡ് കിഡ് വന്നു. അപ്പോഴാണ് പിന്നെ വന്നത് ഷീ ഹാഡ് ദിസ് ഈ ഡിപ്രസിങ് തോട്ട്സ് വന്നു തുടങ്ങി. അത് ജോബിന്റെ കാര്യത്തിൽ വന്നപ്പോഴും, പിന്നെ ഹസ്ബൻഡ് കുറച്ച് ലേറ്റ് നൈറ്റ്സ് വരുന്നു, ഹസ്ബൻഡ് ഈസ് നോട്ട് ഗിവിംഗ് ഇനഫ് ടൈം. സോ ഞാൻ പറഞ്ഞത് നമ്മള് ക്വസ്റ്റ്യൻസ് നമുക്ക് ദാറ്റ് വിൽ ടേക്ക് സം ടൈം, ലൈക്ക് യുനോ ഇതുപോലെ ക്വസ്റ്റ്യൻസ്. അതുകൊണ്ട് പറയാം, ഫസ്റ്റ് നമുക്ക് CBT ആയിട്ട് നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. Maybe that will take some sessions to know what is the correct way. പക്ഷെ ഓരോ സെഷൻസ് കഴിയുമ്പോഴും CBT ആണെന്നില്ല, you can give them some assignment. അന്ന് വന്ന് നമ്മളോട് സംസാരിച്ചിട്ടുള്ള സ്ട്രെസ്സേഴ്സിനെ പറ്റിയോ പ്രോബ്ലത്തെ പറ്റിയോ സംസാരിക്കുമ്പോൾ നമുക്ക് we can give a small assignments to cope the next 1 week. മനസ്സിലായോ? അവർക്ക് നമുക്ക് ഫൈനൽ ഇതിനകത്തോട്ട് വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഓരോ വീക്കിലും അവർക്ക് ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, എങ്ങനെ കോപ്പ് ചെയ്യാം, കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എങ്ങനെ മൂവ് ചെയ്യാം എന്നുള്ള ചില സ്ട്രാറ്റജീസ് നമുക്ക് പറഞ്ഞു കൊടുത്തു വിടാം. ഓക്കെ, ഓക്കെ. വേറെ ആരോ കൂടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നല്ലോ? എനിബഡി എൽസ്? എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഞാൻ ആൻസർ പറയാൻ റെഡിയാ, ഞാൻ ഇരിക്കാൻ റെഡിയാ. മാക്സിമം ചോദിക്കാം. അതാ, ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഞാനാണ് അഞ്ചാറിന് കൈപോക്കിയത്. പക്ഷേ അതിപ്പോ ചോദിക്കുന്നതിനകത്തൊരു അർത്ഥമില്ലാന്ന് തോന്നി. ഇത് കേട്ടോണ്ടല്ല, ആ ട്രാൻസാക്ഷൻ അനാലിസിസിന്റെ കാര്യം കൂടി കഴിഞ്ഞിട്ട് ചോദിക്കാവുന്ന. ക്ലാസ് ഉണ്ടല്ലോ അല്ലേ? ആക്ച്വലി ക്വസ്റ്റ്യൻ ഇതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഇപ്പോ ഡിപ്രഷൻ അല്ലെങ്കിൽ സ്കീസോഫ്രീനിക് ആയിട്ടുള്ള വളരെയധികം
പ്രോബ്ലംസ് ഉള്ള ഒരു വ്യക്തി പെട്ടെന്ന് എനിക്ക് ട്രീറ്റ്മെന്റ് ആവശ്യമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് പോകുന്നു. ആൻഡ് ആ സൈക്കാട്രിസ്റ്റിൽ വളരെയധികം വിശ്വസിക്കുന്നു പുള്ളി. റാപ്പോർട്ട് ബിൽഡിംഗ് അല്ലെങ്കിൽ ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കണമല്ലോ. അതിനുശേഷം അയാളുടെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മുമ്പോട്ടുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട് അയാൾ ഒരു കൗൺസിലറുടെ സഹായം കൂടി തേടുന്നു. ഇയാൾ വളരെയധികം സൈക്കാട്രിസ്റ്റിനെ വിശ്വസിക്കുന്നു. ഇയാൾക്ക് നേരത്തെ അറിയാവുന്ന ഒരു വളരെയധികം വിശ്വസനീയ ഒരു കൗൺസിലർ ആയതുകൊണ്ട് അയാൾ പിന്നെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്ത് ഈ കൗൺസിലറുടെ അടുത്ത് പോകുന്നു. അയാൾ വളരെയധികം വിശ്വസിക്കുന്ന ഒരു കൗൺസിലറാണെന്ന് കരുതുക. കുറേയധികം മോട്ടിവേഷൻ സ്പീക്കർ കേട്ടിട്ടുണ്ടെങ്കിലും അതിനൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുള്ളി ഈ കൗൺസിലറിൽ വളരെയധികം വിശ്വസിക്കുന്നു. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം സൈക്കാട്രിസ്റ്റിനെ കാണാൻ പോകുന്നിടത്തേക്കും അയാളുടെ എത്തിക്സിനെതിരായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും കാലം സൈക്കാട്രിസ്റ്റ് പറഞ്ഞതിന് വിപരീതമായിട്ടോ ഒരു ബോർഡ് കാണുന്നു. അല്ലെന്നുണ്ടെങ്കിൽ അതേപോലത്തെ ഒരു ഡയലോഗ് സൈക്കാട്രിസ്റ്റ് പറയുന്നു. അപ്പൊ അത് അയാളുടെ മനസ്സിൽ വേദന ഉണ്ടാക്കുന്നു. അയ്യോ, ഇങ്ങനത്തെ ഒരാളെയാണോ ഞാൻ വളരെയധികം വിശ്വസിച്ചത് എന്നുള്ളത്. അപ്പൊ ഒരു കോൺഫ്ലിക്റ്റ് വരില്ലേ എന്ന്. വളരെയധികം വിശ്വസിച്ച ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് പോയി പെട്ടെന്ന് ഒരു ദിവസം ഒരു ഡയലോഗോ അല്ലെങ്കിൽ ഈ മോട്ടിവേഷണൽ ആയിട്ടോ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരുന്ന സൈക്കാട്രിസ്റ്റ് പെട്ടെന്ന് ഒരു വാചകം പറയുമ്പോഴത്തേനും അയാൾക്ക് വളരെയധികം സ്ട്രൈക്ക് ആയിട്ട് തോന്നുന്നു. പുള്ളി ഇത്രയും കാലം പറഞ്ഞതിനകത്തുനിന്ന് ചെറിയൊരു വിപരീതമായിട്ടാണല്ലോ ഈ ഡയലോഗ് വരുന്നത്. അത് ആ വ്യക്തിയുടെയും ഈഗോയോ അല്ലെങ്കിൽ എത്തിക്സിനെയോ ബാധിക്കുന്ന ഒരു കാര്യമായിരിക്കും. അയാൾ ആ കൗൺസിലറിലും വിശ്വസിക്കുന്നു. ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോഴത്തേനും ആ വ്യക്തി ആരെയിരിക്കാൻ ചൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അയാളെ എങ്ങനെയാണ് ഈ കൗൺസിലർക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുക? മീൻസ് സൈക്കാട്രിസ്റ്റ് ആണ് ആദ്യം കണ്ടത് ലോങ് റിലേഷൻഷിപ്പാണ്. അത് കഴിഞ്ഞിട്ടാണ് പഠനത്തിന്റെയോ അല്ലെന്നുണ്ടെങ്കിൽ ജീവിതത്തിന്റെ കരിയർ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പുള്ളി ഒരു കൗൺസിലറെ തേടി കണ്ടെത്തി പുതിയ ഉപദേശങ്ങൾ തേടുന്നത്. പെട്ടെന്ന് സൈക്കാട്രിസ്റ്റിൽ വിശ്വാസമില്ലായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസത്തെ ഒരു ഡയലോഗിലോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തെ ഒരു കാഴ്ചയിലോ പെട്ടെന്ന് സൈക്കാട്രിസ്റ്റിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു. പക്ഷെ കൗൺസിലറിൽ വളരെയധികം വിശ്വാസമാണ്. പക്ഷെ കൗൺസിലർ കാണാനും അധികം കാണാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. അങ്ങനത്തെ സിറ്റുവേഷനിൽ എങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റും? സ്റ്റോറിയാണ് ഞാൻ പറഞ്ഞത്. പേഴ്സൺ ഇപ്പൊ സ്കിസോഫ്രീനിയ എടുത്തോളൂ, ഡിപ്രഷൻ എടുത്തോളൂ, ബൈപ്പോളർ എടുത്തോളൂ, ഡ്രഗ് അഡിക്റ്റും കൂടിയാണ് എടുത്തോളൂ. സ്കിസോഫ്രീനിയ ഉള്ള ആൾക്കാർക്കൊക്കെ ലൈക്ക് സൈക്കാട്രിക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് ചിലർക്കൊക്കെ ചില ലോങ് ടേം മെഡിക്കേഷൻ വേണ്ടി വരും. അപ്പൊ ഒന്ന് ആ മെഡിക്കേഷൻ കൊണ്ട് നടന്ന് കുറച്ചൊന്ന് റെഗുലറൈസ് ചെയ്ത് കഴിയുമ്പോൾ അവർ പറയും സൈക്കോതെറാപ്പിയും കൂടെ അതിന്റെ ഒപ്പം കൊണ്ട് നടക്കണം, അതായത് കൗൺസിലിംഗ് കൂടെ സൈമൾട്ടേനിയസ്ലി കൊണ്ടുപോകണം എന്ന് പറയും. അപ്പോ ഇപ്പൊ ബൈപ്പോളർ ആണെങ്കിലും ആങ്സൈറ്റി ആണെങ്കിലും ഡിപ്രഷൻ ആണെങ്കിലും എത്ര സിവിയർ ആണെന്ന് ബേസ് ചെയ്തിട്ടാണ് സൈക്കാട്രിസ്റ്റ് മെഡിസിൻ കൊടുക്കുക. ഓക്കെ, അപ്പൊ ചിലതിനൊക്കെ ചില മെന്റൽ ഹെൽത്ത് ഇഷ്യൂസിനൊന്നും ചിലപ്പം സൈക്കാട്രിക് ട്രീറ്റ്മെന്റ് വേണ്ടി വരില്ല. പക്ഷെ യൂഷ്വലി ആൾക്കാർ സൈക്കാട്രിക് ട്രീറ്റ്മെന്റ് പോകുന്ന അതിനൊരു ഇമ്മീഡിയറ്റ് എഫക്റ്റ് ഉണ്ട്. കൗൺസിലിംഗിന്റെ ഡിഫറൻസ് എന്ന് വെച്ചാൽ അത് ക്ലയന്റിൽ നിന്ന് വേണം ആ ഒരു ബിഹേവിയർ ചേഞ്ച് അല്ലെങ്കിൽ തോട്ട് ചേഞ്ച് വരാനായിട്ട്. നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടി അവിടെ ഉണ്ട്. സൈക്കാട്രിസ്റ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ മരുന്ന് കഴിച്ചാൽ നമുക്ക് അതിന്റെ നമ്മുടെ ലൈക് മൂഡ് സ്വിങ്സ് അങ്ങനെ നമ്മുടെ ബ്രെയിൻ നെർവ് ചേഞ്ചസിലൂടെ കുറച്ച് നമുക്ക് ചേഞ്ചസ് വരുത്താം. ദാറ്റ്സ് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള കാര്യമാണ്. അപ്പോ കൗൺസിലിംഗിൽ വന്ന വ്യക്തിയോട് കൂടുതൽ ട്രസ്റ്റ് വന്നു, മറ്റേ വ്യക്തിയുടെ ട്രസ്റ്റ് വന്നില്ല, ആ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്തു എന്ന് പറയണത് വൈസ് വേഴ്സയും ആകാം. നാളെ ഒരു വ്യക്തിക്ക് കൗൺസിലിംഗിലുള്ള ഒരു വിശ്വാസം പോകാം. മേ ബി വരുന്ന ക്ലയന്റിന് കൗൺസിലറിന്റെ പുറത്ത് കൗൺസിലർ പറഞ്ഞ ഒരു കമന്റില് അല്ലെങ്കിൽ കൗൺസിലർ പറഞ്ഞ ഒരു കാര്യത്തില് ഒരു വിശ്വാസം പോയിട്ട് മേ ബി ദാറ്റ് പേഴ്സൺ ക്യാൻ സ്റ്റോപ്പ് കമ്മിങ് ടു ദ കൗൺസിലിംഗ്. അപ്പൊ നേരെ തിരിച്ച് സൈക്കാട്രിക്കിൽ ആകാം. അപ്പോ ആ ഒരു ക്ലയന്റിന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. എത്ര പ്രാവശ്യം കൗൺസിലിങ്ങിന് പോകണം, ആരെടുത്ത് പോകണം എന്നൊക്കെ അവർക്ക് ചൂസ് ചെയ്യാം. അതിനെ നമ്മൾക്ക് ഒരു കൗൺസിലറിനോ ഒരു സൈക്കാട്രിസ്റ്റിനോ അത് ഒരു ഇമ്പോസ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് എത്ര വന്നാലും നമുക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണെ അടുത്ത് പോകാനായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുക, എസ്പെഷ്യലി ഇപ്പോൾ കൗൺസിലിംഗ്. സൈക്കാട്രിന്റെ പുറത്തുള്ള പോയി എന്നുള്ളത് എനിക്കറിയില്ല. അത് ഓരോ പേഴ്സൺ ടു പേഴ്സൺ വരുന്ന ചില ചേഞ്ചസ് ആണ്. ശരി മാം, ഞാൻ എന്റെ ഒരു ഒന്ന് രണ്ട് ചെറിയ പോയിന്റോട് കൂടി ചേർത്തോട്ടെ. അതായത് അൻരാജ് ചോദിച്ച ചോദ്യത്തിന്റെ ഒരു വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഉത്തരം ഞാനൊന്ന് പറയാൻ നോക്കുകയാണെ.
അതായത് നമുക്കറിയാലോ സൈക്കാട്രിസ്റ്റും സൈക്കോളജിസ്റ്റും തമ്മിൽ വ്യത്യാസം നമുക്കറിയാമല്ലോ. സൈക്കാട്രിസ്റ്റ് ഡോക്ടറാണ്, അതായത് PG പോയി PG പഠിച്ച ഒരു ഡോക്ടറാണ്. ഈസ് എ സയൻസ് പ്രാക്ടീഷണർ അല്ലെ, മെഡിക്കൽ സയൻസ് പ്രാക്ടീഷണർ ആണ്. അദ്ദേഹത്തിന്റെ അപ്രോച്ച് വളരെ ഒബ്ജക്റ്റീവ് ആയിരിക്കും. ഈ പറയുന്ന പോലെ ഒരാളുടെ അസുഖത്തിന് മരുന്ന് കൊടുക്കുക, ചികിത്സിച്ച് ഭേദമാക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ജോലി. അദ്ദേഹം ചെയ്യുന്ന പണിയേക്കാളും വളരെ ബുദ്ധിമുട്ടുള്ള പണിയാണ് സൈക്കോളജിസ്റ്റിന്റെ പണി. ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയാണ്. അതായത് നമ്മളിപ്പോ ഒന്നാമത്തെ കാര്യം, നമ്മുടെ ആൾക്കാർക്ക് ഇപ്പൊ സൈക്കോളജിയെ കുറിച്ച് ഭയങ്കര എന്തൂസിയാസ്റ്റിക് ആണ് നമ്മുടെ സമൂഹം, കേരള സമൂഹം. അപ്പൊ ചെറിയ എന്തെങ്കിലും അറ്റവും മൂലം പഠിച്ചിട്ട് വന്നിട്ട് സൈക്കോളജിസ്റ്റ് ആണ് വന്ന് കൗൺസിൽ ചെയ്യാന്ന് പറഞ്ഞ് വരുന്ന കുറെ കള്ളനാണയങ്ങൾ നമ്മുടെ അടുത്തുണ്ട്. നമുക്കറിയാം വർഷങ്ങളുള്ള സ്കില്ല് വേണം, അതോടൊപ്പം തന്നെ വർഷങ്ങളുള്ള എക്സ്പീരിയൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഞാനൊരിക്കലും എനിക്ക് എത്ര സ്കില്ലുണ്ട്, എത്ര അറിവുണ്ടെന്ന് പറഞ്ഞാലും സിനിമാമിന്റെ എക്സ്പീരിയൻസിന് മുമ്പിൽ നമ്മളൊന്നുമല്ല. ബിക്കോസ് എവറി കൗൺസിലിംഗ് സെഷൻ ഈസ് എ റിസർച്ച് ഓപ്പർച്യൂണിറ്റി. അപ്പോ അനുരാജ് പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. ഇത്രയും നാൾ വിശ്വാസമുള്ള ഒരാള് പെട്ടെന്ന് വിശ്വാസം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ അയാളുടെ അടുത്ത് പോകരുന്നുള്ള എന്റെ കൗൺസിലേക്ക് എന്റെ അടുത്തുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പകുതി മുക്കാലും എന്റെ കൗൺസിലിംഗിന്റെ വിജയം ഇരിക്കുന്നത് ആ പുള്ളിക്ക് എന്നോടുള്ള ട്രസ്റ്റിലാണ്. അപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കൗൺസിലർ ഒരിക്കലും ഈ ട്രസ്റ്റ് കളയുന്ന രീതിയിൽ പ്രവർത്തിക്കില്ല. ഹി ഓർ ഷി വിൽ ബി വെരി കോഷ്യസ്. ആ റാപ്പോ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു തരത്തിലുള്ള കാര്യത്തിൽ ഈ പറഞ്ഞ സിറ്റുവേഷൻ ഉണ്ടാകാൻ പാടില്ല. എന്തായാലും പറഞ്ഞല്ലോ, ഇപ്പൊ പെട്ടെന്ന് പറയുന്ന ഒരു കാര്യം മറ്റേയാളെ ട്രിഗർ ചെയ്യിപ്പിച്ചു, അല്ലെങ്കിൽ അയാളുടെ ട്രസ്റ്റിനെ ഒന്ന് ഉലച്ചു കളഞ്ഞു. അങ്ങനെ ഒരു നടപടി ഒരു കൗൺസിലറുടെ അടുത്ത് വരികയാണെങ്കിൽ അയാൾ പരാജയപ്പെടുന്നു അതിന്റെ അർത്ഥം. അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഞാനത് കുറച്ചും കൂടെ ഇങ്ങനെ ഒരു എന്താ പറയണ്ട, കുറച്ചും കൂടെ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കാം സാറ്. ഈ സൈക്കാട്രിസ്റ്റിന്റെ അടുക്കൽ പോകുമ്പോൾ അവർക്കൊരു മെഡിസിൻ കൊടുക്കണം എന്നുള്ള ആളുടെ പ്രീ ഹിസ്റ്ററി എന്തുമാത്രം നോക്കണം എന്നൊക്കെ ചിന്തിക്കാറില്ല. അപ്പൊ എനിക്കുണ്ടായ ഒരു സംഭവം ഞാൻ ഷെയർ ചെയ്യാം. എന്റെ മോൻ ചെറുപ്പത്തില് അവൻ ഭയങ്കര ഒരു ക്വയറ്റ് ആയിട്ടുള്ള ചൈൽഡാണ്. ഞാൻ അവനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അവന്റെ അസുഖത്തിന്റെ കാര്യത്തിൽ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം അവിടുത്തെ ഡോക്ടർ പറഞ്ഞു അവിടുത്തെ സൈക്കാട്രിസ്റ്റിനെ കാണാൻ. അവനൊരു ഹീസ് ഓൾവേസ് ലൈക്ക് ഒരു കുറച്ചൊരു ക്വയറ്റ് ആയിട്ടുള്ള ചൈൽഡാണ്. അപ്പൊ ആ ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സൈക്കാട്രിസ്റ്റ് ആണ്. അവിടെ ചെന്ന് അവനോട് സംസാരിച്ചു. കുറച്ചേപ്പം എന്നോട് പറഞ്ഞു പുറത്ത് പോകാൻ പറഞ്ഞു. പുറത്ത് പോയിട്ട് വന്നപ്പോ എന്നോട് പറഞ്ഞു കൊച്ചിന് ഡിപ്രഷനാണ്. ഹി വാസ് ഇൻ 5th or 6th സ്റ്റാൻഡേർഡ്. ഡിപ്രഷൻ ആണെന്ന് പറഞ്ഞൊരു മെഡിസിൻ കൊടുത്തു. ഈ മെഡിസിൻ ഞാൻ നോക്കിയപ്പം ഡിപ്രഷനുള്ള മെഡിസിൻ ആണെന്ന് പറഞ്ഞാൽ എന്നോട് പറഞ്ഞു ഈ മെഡിസിൻ 4 ഗുളിക വെച്ചിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ നോക്കിയപ്പോൾ അത് ഡിപ്രഷന്റെ മെഡിസിൻ. സി ഹൗ ക്യാൻ യു ഡയഗ്നോസ് ഡിപ്രഷൻ ഇൻ 5 minutes? കൗൺസിലിംഗിൽ ഈ ഡിപ്രഷനെ ചെക്ക് ചെയ്യാനായിട്ട് യു ഹാവ് എ അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷന്റെ ഒരു ഇത്രയും സിംറ്റംസും സയൻസും ഉണ്ട്. അപ്പോ ആ കൊച്ചിന്റെ പേഴ്സണാലിറ്റി ഈസ് ലൈക്ക് ദാറ്റ്, ഹീസ് എ ക്വയറ്റ് ചൈൽഡ്. അതിന് നമുക്ക് ഡിപ്രഷനായിട്ട് അല്ല, നമ്മൾ ഈ ഡിപ്രഷൻ, ട്രോമ മുതലായ കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് പ്രയോഗിക്കുന്നത് അതൊരു ദ്രോഹമാണ്. അതെ 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 അതെ. അപ്പൊ ഒരു കുട്ടി മുൻഗണന അതിന്റെ അർത്ഥം ആ കുട്ടി ഡിപ്രസ്ഡ് ആയതുകൊണ്ടല്ല, ദാറ്റ് ഈസ് ഹിസ് പേഴ്സണാലിറ്റി ട്രേറ്റ്. അതിന് നമ്മൾ മെഡിസിൻ കൊടുക്കണം. യു ജസ്റ്റ് ആക്സെപ്റ്റ് ഹിം ആസ് ഹി ഈസ്. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമുക്ക് മാക്സിമം പറ്റാവുന്ന, ഞാൻ കൗൺസിലർ ആയതുകൊണ്ട് പറഞ്ഞതല്ല, കൗൺസിലിംഗിൽ ദർ ഇസ് നോ ഹാം. നമ്മളൊരു മെഡിസിൻ കഴിച്ചിട്ടുള്ള, ഞാൻ സൈക്കാട്രിക് മെഡിസിന്റെ എഗെയിൻസ്റ്റും അല്ല, പക്ഷെ ഞാൻ ഇത്രയും സൈക്കാട്രിക് മെഡിസിൻ കഴിച്ചിട്ടുള്ള ആൾക്കാരെ കണ്ടതോട് ഞാൻ പറയാണ്, മെഡിസിൻസ് കഴിച്ചു കഴിഞ്ഞാൽ നിർത്താനായിട്ട് ബുദ്ധിമുട്ടാണ്. പക്ഷെ പലരും ഇൻ ബിറ്റ്വീൻ നിർത്തിയിട്ട് വാട്ട് ദേ ഗോ ത്രൂ എന്ന് ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. സോ ചിലതിനൊക്കെ നമുക്ക് കൗൺസിലിംഗ് കൊണ്ട് അല്ലെങ്കിൽ സൈക്കോതെറാപ്പി കൊണ്ട് മാറ്റാവുന്ന ഇഷ്യൂസ് ഒക്കെ നമ്മൾ കുറച്ച് നമ്മുടെ ഒരു എഫേർട്ട് എടുത്തിട്ടാണെങ്കിലും മാറ്റണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുക. ഐ മീൻ ഐ ഡോണ്ട് നോ ഈച്ച് പേഴ്സണിന്റെ ഇതാട്ടോ. അനുരാജെ, ഇതിനെ നമ്മുടെ ജെറാഡ് ഇയറിന്റെ സ്കിൽഡ് ഹെൽപ്പർ മോഡൽ എന്ന് പറയുന്ന പുസ്തകമുണ്ട്. സ്കിൽഡ് ഹെൽപ്പർ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അദ്ദേഹത്തിന്റെ മോഡലാണ് സ്കിൽഡ് ഹെൽപ്പർ മോഡൽ. അപ്പൊ അതിൽ അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന എമ്പതിയിലാണ്. അതായത് പല ലെവൽ ഓഫ് എമ്പതി നമ്മൾ കാണിക്കേണ്ടി വരും. എമ്പതി കൊടുത്താണ് നമ്മൾ റാപ്പോ ബിൽഡ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് എല്ലാവരുടെ ഒരേപോലെ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പൊ ഞാൻ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള വർഷങ്ങൾ എക്സ്പീരിയൻസ് ഉള്ള ഒരു കൗൺസിലറാണെന്ന് വിചാരിക്കുക. ചില ആൾക്കാരുടെ നമുക്ക് പാളിപ്പോകും, ഈ റാപ്പോ ബിൽഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവർ വേറെ കൗൺസിലർ തപ്പിപ്പോകണം. അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള വേറെ കൗൺസിലർ തപ്പിപ്പോകേണ്ടി വരും. നമ്മുടെ അടുത്ത് വരുന്ന പല കൗൺസിലേഴ്സും പറയാറുണ്ട്, മറ്റേ അടുത്ത് പോയപ്പോൾ എനിക്ക്
ഒരു കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യില്ല. അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ എക്സ്പീരിയൻസ്ഡ് ആണ്. എന്നാലും മാമിന്റെ അടുത്ത് വന്നപ്പോഴാണ് കൂടുതൽ എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നതൊക്കെ പറയും ആൾക്കാർ. അത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും സ്യൂട്ടബിൾ ആവില്ല. ഇറ്റ്സ് എ വെരി കോംപ്ലക്സ് പ്രോസസ്. നമ്മൾ വിചാരിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അവർ എത്ര ശ്രമിച്ചാലും ചിലപ്പോൾ ചില ആൾക്കാരെ നമുക്ക് സിങ്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഈ വേവ് ലെങ്ത് സെയിം ആവില്ല. ഒരു കുഴപ്പമുണ്ട് അവിടെ. ഓക്കെ, ശരിയല്ലോ സിനി മാം? വെരി ട്രൂ, വെരി ട്രൂ, വെരി ട്രൂ. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കൗൺസിലിങ്ങിന്റെ കാര്യത്തിൽ മാത്രം വേറെ എന്തിനേക്കാൾ കൂടുതലായിട്ട് നമ്മുടെ മൈൻഡായിട്ട് കറക്റ്റ് ചെയ്ത് ആ ഒരു ചേർന്ന് പോകാൻ പറ്റാത്തൊരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് യു വോണ്ട് ബി ഏബിൾ ടു ക്ലിയർ യുവർ പ്രോബ്ലംസ്. അതാണ് കൗൺസിലിംഗിൽ നമ്മുടെ ഈ പറഞ്ഞ വാല്യൂസ് ഒക്കെ പ്രിൻസിപ്പിൾസ് ഉണ്ടല്ലോ, അൺകണ്ടീഷണൽ അക്സെപ്റ്റൻസ്, പിന്നെ നോൺ ജഡ്ജ്മെന്റൽ ആറ്റിറ്റ്യൂഡ്, ഇൻഡിവിജ്വൽ ഡിസിഷൻ മേക്കിംഗ്. ഇത് ഞങ്ങൾ സോഷ്യൽ വർക്കിൽ കൗൺസിലിംഗിന്റെ ഭാഗമായിട്ട് അതിന്റെ പോലെ തന്നെ കേസ് വർക്കിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് സിനിമ. ഈ പ്രിൻസിപ്പിളൊക്കെ എല്ലാം ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഈ മൂന്നും വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന് അൺകണ്ടീഷണൽ അക്സെപ്റ്റൻസ്, നോൺ ജഡ്ജ്മെന്റൽ ആറ്റിറ്റ്യൂഡ്, ഇൻഡിവിജ്വൽസ് ഡിസിഷൻ മേക്കിംഗ്. അതായത് ക്ലയന്റ് ആണ് തീരുമാനം എടുക്കുന്നത്. നമ്മൾ അവർക്ക് വേണ്ടി ഒന്നും അങ്ങോട്ട് അടിച്ചേൽപ്പിക്കാൻ പാടില്ല. നമ്മൾ വിചാരിച്ചാൽ നന്നാക്കാൻ പോകരുത്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതെ അതെ. ഓക്കെ, കാര്യം മനസ്സിലായി. സിനിമ സാറിന്റെ അഡ്വൈസ്. താങ്ക് യു ഗൈസ്, താങ്ക് യു സിനിമ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമില്ല, 9:30 ആയല്ലോ. ഇനി എന്തെങ്കിലും ലൈക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് മെസ്സേജ് ചോദിച്ചാൽ മതി. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ യു കൻ ആസ്ക് മീ പേഴ്സണലി ഇഫ് യു വാണ്ട് ടു ആസ്ക് എനി ക്വസ്റ്റ്യൻസ്. യു ആർ മോസ്റ്റ് വെൽക്കം. അഞ്ജന എന്തോ സംസാരിക്കാൻ തുടങ്ങി, എന്തായിരുന്നു? സർ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളാനായിരുന്നു. കാരണം അവരിപ്പോ കൂടുതലായി എല്ലാരും പോയി തുടങ്ങി. ആക്ച്വലി എല്ലാരും പോയിട്ടുണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും ആളുകൾക്ക് വിശന്നിട്ട് പോയതായിരിക്കണം. പേഴ്സണലി മെസ്സേജ് യു ക്യാൻ ഗീവ് ദ നമ്പർ. വേണമെങ്കിൽ അവർക്ക് ചോദിക്കാം. സമയം ഇല്ലാത്തതുകൊണ്ട് അവർ ലീവ് ചെയ്താണെങ്കിൽ എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്കാം. കേട്ടോ, നോ പ്രോബ്ലം. ചോദിക്കുന്നുണ്ട് ലൈക് താജു. എനിക്കൊരു ഡൗട്ട് ഉണ്ട്. നമ്പർ തരാണെന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്തേക്കാം. ഓക്കെ ഫൈൻ, നോ പ്രോബ്ലം. ഓക്കെ നോ പ്രോബ്ലം. നമ്പർ ചോദിച്ചാൽ മതി. ഇവിടെ സ്മാർട്ടിന്റെ ചോദിച്ചു കഴിഞ്ഞാൽ ഗീവ് ദ നമ്പർ. യു ക്യാൻ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഞാൻ ഗ്രൂപ്പിൽ തരാം. സിനിമ ഞാൻ കൊടുത്തോളാം. ജോസാറെ ഒരു വോട്ട് ഓഫ് താങ്ക്സ് സിനിമാമിന് വേണ്ടി. അതിനു മുമ്പ് ഞാൻ എന്റെ കാര്യം പറഞ്ഞോട്ടെ. സിനിമ യു ഹാവ് റിയലി ഇൻസ്പയർഡ് ദീസ് പീപ്പിൾ. You have really inspired these people to look into the possibilities of counseling. Okay, so thank you for that. ഒരു തിരിച്ചു വിടാൻ പറ്റിയിട്ടുണ്ട്. ഇനി കൂടുതൽ ചർച്ചകളിലേക്ക് നമുക്ക് വരാൻ പറ്റും. ടോപ്പിക്ക് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാത്തൊരു വിഷമം എനിക്കുണ്ട്. ലൈക്ക് ലാസ്റ്റ് റഷ് ആയതിനൊരു വിഷമം. ഇത് ഒരു മാസം പഠിപ്പിച്ചാൽ തീരാത്ത കാര്യമല്ലേ, നല്ല കാര്യമാണ്. Okay, yes, so we invite our dear Joe sir to give an official vote of thanks for cinema. Okay. Yeah, അപ്പൊ എന്താ പറയണ്ട, വോട്ട് ഓഫ് താങ്ക്സ് പറയാൻ എന്നാലും മാമിന്റെ ആ ഒരു വിഷമിക്കേണ്ടതില്ല. ഞങ്ങൾക്ക് നിറഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് വിശപ്പ് ഇനിയുണ്ട്. പക്ഷെ മാമിനെ കേൾക്കാൻ നമുക്ക് നമ്മുടെ സമയം അനുവദിക്കാത്തത് കൊണ്ടുള്ള പ്രശ്നം മാത്രമാണ് നമുക്ക് ബാക്കി നിൽക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഇനിയും മാമിന്റെ സെഷൻ വേണമെന്ന് തന്നെയാണ് താല്പര്യം. ഓക്കെ, നേരത്തെ സിബിൻ സാറ് പറഞ്ഞതുപോലെ നമുക്കൊരു ഓഫ്ലൈൻ സെഷൻ ഓഫ് യു നമുക്കത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. സ്മാർട്ട് ഇന്ത്യ പല കാര്യങ്ങളും ഇപ്പോൾ നന്നായി ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കത് തീർച്ചയായിട്ടും നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ സമയം അധികം എടുക്കുന്നില്ല. അപ്പോൾ മാം, ഇതിലൂടെ ശരിക്കും ഉണ്ടായ ഒരു കാര്യം എന്നാൽ ഈ നമ്മളിലൊരു നെഗറ്റീവ് തോട്ട്സ് പാറ്റേൺസിനെ ബ്രേക്ക് ചെയ്ത് ഒരു പോസിറ്റീവ് തോട്ട്സ് ഒരു മനുഷ്യനിൽ ഉണ്ടാക്കേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് ശരിക്കും നമുക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുകയായിരുന്നു ഈ ഒരു ക്ലാസ്സിലൂടെ. അതുപോലെ തന്നെ നമുക്ക് നമുക്ക് റാപ്പോ ബിൽഡ് ചെയ്യേണ്ടത്. മാം അത് വളരെ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ടാണ് സംസാരിച്ചത്. സമയം പോരായിരുന്നു എന്നറിയാം. എന്നാലും എനിക്ക് ആദ്യമൊന്നും പെട്ടെന്ന് കാര്യങ്ങൾ പിടികിട്ടിയില്ല. പിന്നെ എനിക്കത് മനസ്സിലാക്കി വന്നപ്പോൾ ഇപ്പൊ ഈ സെഷൻ അവസാനിച്ചു പോയല്ലോ എന്ന് മാത്രമേ ചിന്തയുള്ളൂ. അപ്പൊ നമുക്ക് വീണ്ടും വരണം. ഓക്കെ, അപ്പോ ഞാൻ നമ്മുടെ സ്മാർട്ട് ഇന്ത്യയുടെ പേരിൽ പ്രത്യേകമായിട്ട് ഒത്തിരി കാര്യങ്ങളൊന്നും പറഞ്ഞ് വിഷമിപ്പിക്കാതെ ഒത്തിരി സ്നേഹം, ഞങ്ങളുടെ എല്ലാവരുടെയും സ്മാർട്ട് ഇന്ത്യയുടെ സ്നേഹം പ്രത്യേകം മാമിന് നൽകുന്നു. ഒത്തിരി നന്ദി മാം. ഒത്തിരി പേരെ മാമിന്റെ ഈ ഒരു പ്രവർത്തനം വഴി
ഒരു നല്ല ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചതിനെ ഓർത്ത് ഞങ്ങൾ സർവേശ്വരൻ നന്ദി പറയുന്നു. ഇനിയും അതുപോലെ സാധിക്കട്ടെ. മാം ഇനിയും ഒത്തിരി പേരെ ആ ഒരു കൃത്യമായ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് മാമിനെ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒത്തിരി നന്ദി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു സോ മച്ച്. ഇനി ഓഫ്ലൈൻ ക്ലാസ് ഒക്കെ എടുക്കാനായിട്ട് സാധ്യത ഉണ്ടാവുമെന്ന് ഞാനും വിശ്വസിക്കാം. അതാണ് കുറച്ചും കൂടെ എഫക്റ്റീവ് എടുക്കുന്നത്. ഈ ഫേസ് ടു ഫേസ് എടുക്കുന്ന ഒരു സുഖം ഇതിനകത്ത് കിട്ടില്ല. അല്ല സിബിൻ സാർ എന്താ ടീച്ചറല്ലേ? പിന്നെ അടുത്ത ക്യാമ്പിന് നമുക്ക് വരികയുണ്ടാക്കാം. നിങ്ങളുടെ എവിടെയായിരുന്നു ക്യാമ്പ്? പാലക്കാട്. ഇപ്രാവശ്യം പാലക്കാടായിരുന്നു. എല്ലാവരും കഴിഞ്ഞ് വന്നേ ഉള്ളൂ. അതിന്റെ ഒരു വൈബ്രൻസി ആൾക്കാരൊക്കെ ഉണ്ട്. ക്യാമ്പ് കഴിഞ്ഞ് വന്നേ ഉള്ളൂ. ഇവരൊക്കെ സാറിന്റെ കൂടെ ഉണ്ടായിരുന്നു. നമ്മളൊരു 31 പേരുണ്ടായിരുന്നു എല്ലാവരും അവിടെ. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ സർ. എന്തായാലും താങ്ക് യു മാം. ശരി മാം. താങ്ക് യു സോ മച്ച് സർ. ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. മാമിന്റെ നമ്പർ നമ്മളെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ മാം. ബൈ. ഗുഡ് ബൈ. താങ്ക് യു മാം. താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്. താങ്ക് യു മാം. ഗുഡ് നൈറ്റ്. ഓക്കെ ഗുഡ് നൈറ്റ്. താങ്ക് യു.